ഭഗവാന്റെ അത്ഭുത വിശേഷത്തെ കംസൻ തൻ്റെ ദൂതന്മാരെ മുഖാന്തരം കാളിയമർദ്ദനത്തോടുകൂടി അറിയുകയാണ്. ലോകത്തിൻ്റെ നെറുകയിലാണ് ഭഗവാൻ കാളിയ നടനം നടത്തുന്നതെന്ന് ഒരർത്ഥത്തിൽ പറയാം. ഭഗവാന്റെ അവതാരം പ്രതീക്ഷിച്ച് ഭൂമിയിലേക്ക് വന്ന് ചേർന്ന യമുനാ നദി തന്നെയാണ് കാളിന്തി എന്നുകൂടി നമ്മൾ അറിയണം. അപ്രകാരമുള്ള ആ കാളിന്തിയിൽ വളരെ ഘോരനായിട്ടുള്ള കാളിയൻ എന്നൊരു സർപ്പം വന്ന് വസിക്കുകയുണ്ടായി. ഈ കാളിയൻ്റെ വിഷം കൊണ്ട് തന്നെ കാളിന്തിയുടെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കാളിന്തിയിലേക്ക് ഇറങ്ങാൻ ഭയമായി. രണ്ടാമത് ഈ ജലത്തിൽ വിഷം കലർന്നിട്ട് എല്ലാ ജീവജാലങ്ങളും ഇല്ലാണ്ടാകുന്ന അവസ്ഥയും ഉണ്ടായി. ഈ കാളിന്തി തീരത്തേക്കാണ്, യമുനാ നദി തീരത്തേക്കാണ് ഭഗവാൻ ഗോക്കളുമായി മേയാനായിട്ട് വരാറുള്ളത്. ഒരു ദിവസം ഈ കാളിന്തിയിൽ കാളിയൻ വസിക്കുന്ന പ്രദേശത്തിന് ചേർന്നാണ് ഭഗവാൻ അന്ന് ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്കാണല്ലോ മേയാൻ കൊണ്ടുപോകുന്നത്. അന്ന് വളരെ ലഭ്യമായ നിലയിൽ ഈ ഗോക്കൾക്ക് ആവശ്യമായ പുല്ല് തേടിക്കൊണ്ടുവരുന്നത് ഈ കാളിന്തി തീരത്തേക്കാണ്, ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന് ചേർന്ന ഉടനെ തന്നെ കുറേ ദൂരം വീട്ടിൽ നിന്ന് നടന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ള ഈ കുട്ടികളും അതുപോലെ തന്നെ ചില ഗോപകുമാരന്മാരും ദാഹജലത്തിന് വേണ്ടിയിട്ട് ആ യമുനാ നദിയിലിറങ്ങി ജലം കുടിക്കുകയും അവരാ വിഷമേറ്റ് ബോധരഹിതനായി പതിക്കുകയും ചെയ്തു. അപ്പോൾ അവർ മരണത്തിൻ്റെ കൈകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ തൻ്റെ കാരുണ്യമാകുന്ന അമൃതമാകുന്ന ഭഗവാന്റെ വീക്ഷണം, ആ ഭഗവാന്റെ ദർശനമാകുന്ന ശക്തി കൊണ്ട് അവിടെ എന്തുണ്ടാക്കി, ആ കാളിയനെ ഉദ്ധരിച്ചു. അവിടെ നിന്ന് ഈ വിഷത്തെ മാറ്റി ഈ കുട്ടികളെയും ഗോക്കളെയും ഉണർത്തി രക്ഷിച്ച് നിലനിർത്തി. ഇവിടെ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് ഭഗവാന് മനസ്സിലായി. കാളിയൻ വസിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ തനിക്കും ഈ കുട്ടികൾക്കുമൊക്കെ ഉണ്ടായ, ഗോക്കൾക്കുമൊക്കെ ഉണ്ടായതുപോലെയുള്ള ദുഃഖം മറ്റു പലർക്കും വീണ്ടും സംഭവിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ താനുള്ളത് കൊണ്ട് അവരെ രക്ഷിച്ച് കരകയറ്റാൻ സാധിച്ചു. എപ്പോഴും അത് സാധ്യമാകണമെന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ജനങ്ങൾ ആശ്രയിക്കുന്നതാണല്ലോ, നദികളെയും പുഴകളെയൊക്കെ ആശ്രയിക്കുന്നതാണ്. അങ്ങനെയുള്ളതിനെ വിഷമയമാക്കി മാറ്റരുത് എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇന്ന് കാളിയനേക്കാൾ കഷ്ടത്തിൽ മനുഷ്യന്മാർ ഇത് ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ നദികളെയും പുഴകളെയൊക്കെ നമ്മൾ നശിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഇവിടെ ഭഗവാൻ വളരെ കൃത്യമായിട്ട് കാട്ടിത്തരുന്നതാണ്. കാരണം ജലം ജീവൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ് ജലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവൻ ഉത്ഭവിച്ചതിൻ്റെ തുടക്കസ്ഥലം അവിടെ ജലത്തിൽ നിന്നാണ്. നമ്മുടെ ഭാഗവതത്തിൽ നമ്മൾ ഭഗവാന്റെ ദശാവതാര സങ്കല്പത്തെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മത്സ്യക്കൂർമ്മം അല്ലേ, വരാഹം എന്ന നിലയിൽ മത്സ്യത്തിനെ ജലത്തിൽ നിന്ന് ഉത്ഭവിക്കും. ഇപ്പോൾ ജീവൻ്റെ ഉൽപ്പത്തിക്ക് തുടക്കം കുറിക്കുന്ന പഞ്ചഭൂതം എന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലാശയങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതും കൂടിയാണ് ഇവിടെ കാളിയൻ ലംഘിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാളിന്തിയെ ശുദ്ധീകരിക്കാൻ ആര് തീരുമാനിച്ചു? ഭഗവാൻ തീരുമാനിച്ചു. ഇവിടെ കാളിന്തി ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ കാളിയൻ ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് ഉറപ്പാക്കി. അപ്പം ഭഗവാൻ ഈ കാളിയനെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു വലിയ കദംബ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറി. ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറുന്നത്, ഈ കാളിയൻ ഈ ജലാശയത്തിൻ്റെ അടിത്തട്ടിലാണ് വസിക്കുന്നത്. ഈ അടിത്തട്ടിൽ വരെ എത്തണമെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ കുളത്തിൽ നീന്താൻ ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, വളരെ മുകളിലേക്ക് കയറി എവിടുന്നെങ്കിലുമൊക്കെ ഓടി വന്ന് ചാടും. അപ്പോൾ എന്താ, വളരെ പെട്ടെന്ന് ചെയ്യും, അതുകൊണ്ട് അടിയിലേക്ക് പോകാനൊരു ഊക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഭഗവാൻ നേരെ ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറി നദിയുടെ മധ്യഭാഗത്തേക്കുള്ള ശിഖരത്തിലേക്ക് നടന്നു വന്നു. അവിടെ നിന്ന് ചാടാൻ തയ്യാറാവുമ്പോൾ തന്നെ കുറേ കുട്ടികൾ ഭയന്നു. കാരണം കാളിയൻ ഉഗ്ര വിഷമുള്ള സർപ്പമാണ്. ആ കാളിയൻ്റെ അടുത്തേക്കാണ് ആര് പോകുന്നത്? കൃഷ്ണൻ പോകുന്നത്. പല അപകടങ്ങളും വരുമ്പോഴും കൃഷ്ണൻ അതിനെയൊക്കെ അതിജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. എങ്കിലും കൃഷ്ണൻ്റെ വൈഭവം അല്ലേ, ഭഗവാന്റെ വൈഭവം ഭഗവാനല്ലാതെ മറ്റൊരാൾക്ക് പൂർണ്ണമായി അറിയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ നീയല്ലാതെ മറ്റാരറിഞ്ഞിടുന്നു എന്നൊക്കെ ഭാഗവത്തിൽ വരികളുണ്ട്. അപ്പോൾ ആ കാളിയനെ പിടികൂടാൻ ഭഗവാൻ ചാടുവാൻ പോകുന്ന സമയത്ത് ഈ കുട്ടികൾ ചിലർ ഓടിപ്പോയി നന്ദഗോപരോടൊക്കെ ചെന്ന് പറഞ്ഞു, ദേ കൃഷ്ണൻ കാളിന്തിയിലേക്ക് ചാടുന്നു, കാളിയൻ വസിക്കുന്ന സ്ഥലത്തേക്ക് ചാടുന്നു. കേട്ടപ്പോൾ തന്നെ നന്ദഗോപർക്കൊക്കെ ഭയമുണ്ടായി. കൃഷ്ണനെ രക്ഷിക്കണമല്ലോ. അതുകൊണ്ട് കൈ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് എല്ലാവരും എവിടേക്ക് ഓടി? കാളിന്തിയുടെ തീരത്തേക്ക് വന്നു. ഇവർ വരുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ചാടിക്കഴിഞ്ഞു.
നേരെ കാളന്തിയിലേക്ക് ചാടിയ ഭഗവാൻ നേരെ അടിത്തട്ടിലേക്ക് ചെന്നപ്പോൾ കാളിയൻ വളരെ സുഖമായി പത്നിമാരോടൊപ്പം അവിടെ ഇങ്ങനെ ശയിക്കുകയാണ്, ഉറക്കത്തിലാണ്. അവിടെ ചെന്ന് എന്തോ ഒന്ന് വന്ന് വീഴുന്ന ശബ്ദം കേട്ട് കാളിയൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തന്നെ ഭയന്ന് ഒരു മത്സ്യങ്ങൾ പോലും തൻ്റെ വിഷം കൊണ്ട് അവിടെ ഇല്ല എന്നറിയാൻ കാളിയന്. പക്ഷേ ഇപ്പോൾ ഇതാ അവിടെ ആകട്ടെ ഒരു കൊച്ചു കുട്ടി വന്ന് ആ തനിക്ക് ചുറ്റും വെള്ളത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ നീന്തി കളിക്കുന്നു. ഇപ്പം കാളിയന് ചുറ്റും വട്ടം ചുറ്റി ഭഗവാൻ കളിക്കാൻ തുടങ്ങി. ഭഗവാൻ ഈ വട്ടം ചുറ്റിക്കുന്നത് ഇച്ചിരി ഇഷ്ടമുള്ള ആളാണ്. ഇങ്ങനെ വട്ടം ചുറ്റി നീന്താൻ തുടങ്ങി. കാളിയൻ എന്ത് ചെയ്തു? ഉണർന്നു. ഈ കുട്ടിയെ പിടികൂടാൻ വേണ്ടിയിട്ട് ശിരസ് മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ ഈ വട്ടം ചുറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? പാമ്പും സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? നേരെയല്ലല്ലോ, ചുറ്റിയാണ്. അതേ കണക്ക് ഭഗവാൻ എന്ത് ചെയ്തു? ഈ കാളിയനെ വട്ടം ചുറ്റി കാളിയൻ ഭഗവാൻ ഉയരുന്നതനുസരിച്ച് കാളിയനും മുകളിലേക്ക് ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് മുകളിലെത്തിയപ്പോഴത്തേക്ക് ഭഗവാന് താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ആരെ എത്തിച്ചു? കാളിയനെ എത്തിച്ചു. കാരണം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് കാളിയനെ എന്തെങ്കിലും ചെയ്താൽ ലോകസമക്ഷം തൻ്റെ ഭാവത്തെ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരും. മനസ്സിലായില്ലേ? ഇവിടെ ഭഗവാൻ തന്നെ ഉദ്ദേശിക്കുന്നത് ഇനി ഒളിച്ചുകളി വേണ്ട. ഇതുവരെ ഒളിച്ചു കളിച്ച് ആരോടാണ്? ദേവകി പ്രസവിച്ച് അന്ന് തുടങ്ങിയ ഒളിച്ചുകളിയാണില്ലേ? അന്ന് കൂടും വിട്ട് കൂടുമാറുന്ന കണക്ക് മാറി തുടങ്ങിയതാണ്. ഇനി ഒളിച്ചുകളി വേണ്ട. ആരോടുള്ള ഒളിച്ചുകളി? കംസനോടുള്ള ഒളിച്ചുകളി വേണ്ട. എന്താണിത് വേണ്ട എന്ന തീരുമാനത്തിലെത്താൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇതിന് തൊട്ടു മുമ്പിലത്തെ ഭാഗം നമ്മളൊന്ന് ഓർത്താൽ മതി. എന്താ? ബ്രഹ്മദേവൻ വന്നു അല്ലേ? ബ്രഹ്മദേവൻ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദേവന്മാർ ഇടയ്ക്കിടയ്ക്ക് പലതവണ പോയി ബ്രഹ്മാവിനെ കണ്ടു. അല്ലയോ ബ്രഹ്മദേവ, ശ്രീകൃഷ്ണനായിട്ട് നാരായണൻ വിഷ്ണു ഭഗവാൻ അവതാരമെടുക്കുന്ന വേളയിൽ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞതല്ലേ, രാമാവതാരത്തിൽ രാമനെ നിഗ്രഹിക്കാൻ എടുത്ത അത്രയും കാലതാമസം കംസനെ നിഗ്രഹിക്കാൻ വേണ്ടി എടുക്കല്ലേ? കാരണം അന്ന് ആ നിഗ്രഹിക്കാൻ വേണ്ടി കാലതാമസം ഉണ്ടായപ്പോൾ ആ കാലം വരെയും കൂടി രാവണനെ ഞങ്ങൾ സഹിക്കേണ്ടി വന്നു. ഇവിടെ കംസനെ അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ വേഗത്തിൽ തന്നെ വധിക്കണം. ഇവിടെ ഒരർത്ഥത്തിൽ ഇവർ ആഗ്രഹിച്ചത് ഈ പ്രഹ്ലാദൻ്റെ പ്രാർത്ഥന പ്രകാരം നരസിംഹമൂർത്തി വന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചത് വളരെ നിമിഷമാണല്ലോ. അതുപോലെയൊക്കെ ആയാൽ കൊള്ളാമെന്നാണ് ദേവന്മാരുടെ ആഗ്രഹം. പക്ഷേ ഭഗവാൻ അവതാരമെടുത്തിട്ട് ഉടനെ ഒന്നും അത് ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ല. പിന്നെയോ ഭഗവാൻ ഇനി അതൊക്കെ മറന്നിട്ട് കാലിയൊക്കെ മേയിച്ച് പാലും കുടിച്ച് വെണ്ണയും കുടിച്ചൊക്കെ നടക്കുകയാണോ എന്നൊരു സംശയം തോന്നി. ഓടക്കുള്ളിലൊക്കെ ഊതി കുട്ടികളോടൊപ്പം കളിച്ച് നടക്കുന്നത് കൊണ്ട് ഇനി ഈ കളിയുടെ ഇടയിൽ കാര്യം മറന്നു പോയില്ലേ? കളിയും കാര്യവും എന്ന് പറയുന്ന രണ്ട് ഭാഗമുണ്ടല്ലോ. ഈ കളിയുടെ ഇടയിൽ കാര്യം മറന്നു പോയോ എന്ന് ദേവന്മാർക്കൊരു ശങ്ക. മനസ്സിലല്ലേ? കാരണം ഇവിടെ കാര്യം സാധിക്കേണ്ടത് ആർക്കാണ്? ദേവന്മാർക്കും കൂടാണ്. കാരണം കംസനെ പേടിച്ചിട്ട് ഇവർ നടക്കുക. അപ്പം ഭയത്തെ ഇല്ലാതാക്കണേ കംസൻ ഇല്ലാണ്ടാവണം. അപ്പോൾ കാര്യം നേടേണ്ടത് ദേവന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്കാണ് ആശങ്ക. കംസനെ കൊല്ലാത്തതിൽ ആശങ്ക ആർക്കാ? ദേവന്മാർക്കാണ്. അവരതുകൊണ്ട് ബ്രഹ്മദേവനോട് എന്ന് പറഞ്ഞു, ഭഗവാനെ, ആ കൃഷ്ണൻ എന്തായി കാട്ടുന്നത്? അവിടെ ഈ ഗോക്കളെയും വെച്ച് ഓടക്കുഴലൊക്കെ ഊതി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കംസനെ വധിക്കണ്ടേ? കാലതാമസം എടുക്കുന്ന എന്താ? കൃഷ്ണൻ ചിലപ്പോൾ ഇതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ബ്രഹ്മാവിനറിയാം ഇതൊന്നും മറക്കുന്ന ആളല്ല ഭഗവാൻ. എന്ത് കാര്യം ഉദ്ദേശിച്ച് പോയിട്ടുണ്ടോ അതെല്ലാം അതുപോലെ തന്നെ കൃത്യമാക്കുന്ന ആളാണ് ആര്? സാക്ഷാൽ വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാൻ അല്ലേ? അങ്ങനെ യാതൊരു മാറ്റമില്ല. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എന്ന് പറയുന്നതാണ്. എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടുക തന്നെ ചെയ്യുക. അതാണ് ഗുരുവായൂരപ്പൻ്റെ ശരണം പ്രാപിക്കുക എന്ന് പറയും. ഗുരുവായൂരപ്പ ശരണം, ആ പാദങ്ങളിൽ ശരണം പ്രാപിച്ചാൽ എല്ലാം കൃത്യമായിട്ട് ഭഗവാൻ നോക്കും എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇനി ദേവന്മാർ ഒരു തവണയല്ല പലതവണ വന്ന് പറഞ്ഞപ്പോൾ ഈ ഒരേ കാര്യം നമ്മളോട് നമുക്ക് ഉറപ്പുള്ളതാണെങ്കിൽ പലതവണ പലരും വന്ന് ചോദിച്ചാൽ അവസാനം എന്തു ചെയ്യും? അവരുടെ സംശയം ഇച്ചിരി നമുക്കും കൂടെ പിടിവിടും. പെടത്തില്ലേ? മനസ്സിലായില്ലേ? അവരുടെ സംശയം നമുക്കൂടെ പിടിവിടും. അതിനൊരു വളരെ നാടനൊരു കഥയുണ്ട്. ഒരിക്കലൊരു നമ്പൂരിച്ചൻ ഒരാടിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു ആട്ടിൻകുട്ടിയെ കിട്ടിയൊരിടത്തുനിന്ന്. ഇദ്ദേഹം ഈ ആട്ടിൻകുട്ടിയെ നടത്തണ്ട എന്ന് വെച്ചുകൊണ്ട് സ്നേഹത്തോടെ എന്ത് ചെയ്തു? എടുത്ത് തോളിൽ വെച്ച് രണ്ട് കാലിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് കുറേ കള്ളന്മാർ, അപ്പോൾ യുവന്മാർക്ക് ഈ ആട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ കൊള്ളാമെന്നൊരു മോഹം. പക്ഷെ നേരിട്ട് എന്ന് ചോദിച്ചിട്ടോ ബലം പ്രയോഗിച്ച് ചോദിച്ചാൽ തരത്തില്ലെന്നറിയാം. ബലം പ്രയോഗിച്ചാൽ ഈ ദേവപൂജയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമെന്നൊരു പേടിയുണ്ട്. കാര്യം മന്ത്രമൊക്കെ അറിയാവുന്ന ആളാണെന്നുള്ള നിലയിൽ ഒരു ഭയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരൊരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ആദ്യം ഇതിൽ ഒരു കള്ളൻ ഈ നമ്പൂരി നടന്നു വരുന്ന വഴിയിൽ വന്നത് ഇങ്ങനെ നിന്നു. ഇപ്പോഴത്തെ നമ്പൂരിമാരെയൊന്നും പറ്റിക്കാൻ പറ്റില്ല കേട്ടോ. അത് പണ്ടത്തെ നമ്പൂരിമാർ കുറേ കൂടെയൊക്കെ ഈ പഞ്ചപാവങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ മെച്ചത്തിലായി. എല്ലാവരും ഇപ്പോൾ തന്ത്രത്തിന് മറുതന്ത്രം കണ്ടെത്തുന്നവരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട്
ഇദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല ഈ പട്ടിയെ കൊണ്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പം നമ്പൂതിരി പറഞ്ഞു, പട്ടിയോ? നിൻ്റെ കണ്ണിന് എന്താടാ കുഴപ്പം? ആടാ, ഇത് ആടുംകുട്ടിയാണ്. അയാൾ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നമ്പൂരിയുടെ ഇഷ്ടം. അങ്ങേപോലെ ഇത്രയും ശ്രേഷ്ഠനായ ഒരാൾ ഒരു പട്ടിയെ ചുമക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് എന്ന് പറഞ്ഞ് അയാളങ്ങ് പോയി. രണ്ടാമത്തെ കള്ളൻ അടുത്ത വളവിൽ വന്നു ചെന്നു. അയാൾ വന്ന് ചോദിച്ചാൽ, അയ്യേ ഇങ്ങേർക്ക് നാണമില്ലേ? അപ്പോൾ നമ്പൂരി ചോദിച്ചു, എന്താ കാര്യം? ഒരു വൃത്തികെട്ട പട്ടിയെ ചുമന്നുകൊണ്ട് പോകാൻ ഇയാൾക്ക് ഒട്ടും നാണമില്ലെന്ന് ചോദിച്ചു. നമ്പൂരി അവനെയും വഴക്ക് പറഞ്ഞിടാ, ഇത് ആടാടാ. നമ്പൂരിക്കൊരു സംശയടാ, രണ്ടുപേരും ഒരേ കണക്ക് പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? മൂന്നാമത്തെ ആളുടെ അടുത്ത് പറഞ്ഞാൽ, ഇതേ വേവിടിച്ച പട്ടിയും കണ്ടു, ഇയാളെയാണോ നമ്പൂരി എന്നൊക്കെ വിളിക്കുന്നത്, നാണക്കേട് തന്നെ മാറിയിരിക്കുന്ന പറഞ്ഞു, പരിഹസിച്ചിട്ട് പോയി. നാലാമത്തെ ആൾ ഇതേ കണക്ക് തന്നെ ചില വന്ന് തന്ത്രങ്ങൾ ഇറക്കി. അഞ്ചാമത്തവൻ നടന്നു വന്നപ്പോൾ അവൻ ഈ ആടിനെ നോക്കുന്നുണ്ടപ്പോൾ നമ്പൂരി പറഞ്ഞു, എനിക്ക് മനസ്സിലായി നോക്കുന്നത് ഇത് വെറും ഒരു പട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി, ആ കിടക്കുന്നു പറഞ്ഞെടുത്ത് വഴിയിലിട്ടിട്ട് നമ്പൂരി നടന്നുപോയി. അവസാനം ഈ ആടിനെ ആര് കൊണ്ടുപോയി? കള്ളന്മാർ കൊണ്ടുപോയി. എന്നതുപോലെ ആവർത്തിച്ച് ചിലരുടെ സംശയങ്ങളും ചിലരുടെ വായിൽ നിന്ന് കേൾക്കുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമുക്കെന്ത് തോന്നും? ചിലപ്പോൾ അതും ശരിയാണോ എന്നൊരു തോന്നൽ ഉണ്ടാകും. കാരണം എന്താ? ഒന്നിലധികം ആൾക്കാർ പറയുമ്പോൾ, ഒന്നിലധികം തവണ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിച്ചതല്ല എന്നൊരു തോന്നൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്. ബ്രഹ്മാവ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തലമുണ്ട്. രണ്ട്, ഈ ദേവന്മാരോട് പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാളും അനുഭവിച്ചു മനസ്സിലാക്കിക്കുക, അതിനും കൂടി ഒരു അവസരം. കൃഷ്ണൻ തൻ്റെ ആത്മപതത്വത്തെ മറന്നിട്ടൊന്നും അല്ല അവിടെ കളിച്ചും ചിരിച്ചു നിൽക്കുക. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയിൽ പെടുന്നതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾക്കിടയിൽ ഭഗവാൻ ഈ ജീവിതത്തെ ലൈഫിനെ ആസ്വദിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനെ ആസ്വദിച്ച് ജീവിക്കുക, അല്ലാതെ എന്നെങ്കിലും ഒരു കാലത്ത് സുഖം വരാൻ വേണ്ടി ഇപ്പോഴേ ശ്വാസം പിടിച്ച് ഗൗരവം പിടിച്ച് മസിൽ പെരുപ്പിച്ച്, മനസ്സിലായില്ലേ, ഇങ്ങനെ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെങ്ങനെയല്ല പൊന്നുരുക്കുന്ന സ്ഥലത്ത് പോയി പൂച്ച ഇരിക്കുന്നത് ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കും. എപ്പോഴെങ്കിലും ഒരു കാലത്ത് ജീവിക്കാൻ വേണ്ടി എല്ലാം കൊണ്ടുവന്ന് എവിടെയെങ്കിലും അല്ലേ ശേഖരിച്ച് വെച്ചിട്ടിരിക്കും. അവസാനം ശേഖരിച്ച് വെച്ചത് മൊത്തം അവിടെ ഇരിക്കും, അതിന് മുമ്പ് ഇവർ പോവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് പലരുടെയും ജീവിതം. അങ്ങനെയല്ല, ജീവിതം എപ്പോഴും എന്ത് ചെയ്യണം? ആനന്ദത്തോടു കൂടി ഏത് അനുഭവങ്ങളാണെങ്കിലും അതിനെ ആസ്വദിച്ച് പോകണം. ഇവിടെ ഭഗവാനാകട്ടെ ആസ്വദിക്കലാണ്. ഭഗവാൻ വന്ന് പിറന്നത് കാലിത്തൊഴുത്തിലാണ്, അല്ല കാരാഗൃഹത്തിലാണ്. വന്ന് ജീവിച്ചത് എവിടെയാണ്? ഇവിടെ കാലിക്കൂട്ടങ്ങൾ മേയിക്കുന്ന ഗോപാകുമാരന്മാരുടെ ഇടയിലാണ്. അവിടെയൊക്കെ ഭഗവാൻ എന്താ? ആനന്ദത്തോടു കൂടിയാണ്. പശുവിനെ മേയിക്കുന്ന ജോലിക്കൊന്നും ഒരു മടിയില്ല. നേരം വെളുത്ത പശുവിനെയും കൊണ്ട് പോകുന്നത് സന്തോഷമാണ്. ഗോപികമാരോടൊപ്പം മല കയറി ഇറങ്ങുന്നത് ഇഷ്ടമാണ്. അവരുടെ ഒപ്പം നടന്ന് ഓടക്കുഴൽ പോകുന്നത് ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഭഗവാൻ ആസ്വദിക്കലാണ്. പ്രകൃതിയെ തന്നെ ആനന്ദിപ്പിച്ച് കൂടെയുള്ളവർക്ക് പോലും സന്തോഷം പകർന്നിട്ടാണ് ജീവിക്കുന്നത്. നമ്മളുമൊക്കെ ജീവിക്കുമ്പോൾ നമ്മളുമൊക്കെ മറ്റുള്ളവർക്ക് കൂടി സന്തോഷം പകർന്നുകൊണ്ട് ജീവിക്കണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് നമ്മളൊരു നല്ല വ്യക്തി. അതായത് നാട്ടിലുള്ള എല്ലാവരെയും മോശക്കാരായി കണ്ട് നമ്മൾ മാത്രം ജീവിക്കുന്ന ആനന്ദത്തിൽ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അസുരഭാവത്തിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ജീവിതമൊക്കെ നമ്മൾ മാതൃകയാക്കണം. ഭഗവാൻ ജീവിക്കുന്നതിന് എന്തിനാ? സുഹൃത്തുക്കൾക്ക് വേണ്ടിയില്ലേ? കൂടെയുള്ള ഗോപകുമാരന്മാർക്ക് അവർക്ക് ആനന്ദത്തിന് വേണ്ടി. നമ്മളൊന്ന് മധ്യാഹ്ന സമയത്ത് ഒരു കഥ കേട്ടു. അവർക്ക് വെണ്ണയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ ഒരു പേരുദോഷം വരെ കേട്ടത്, എന്നിട്ടും ഭഗവാൻ അത് ചെയ്തു കൊടുക്കുക എന്ന്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഭഗവാന്റെ ലീലകളെന്ന് നമ്മളങ്ങോട്ട് സവിസ്തരം മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ ഭഗവാൻ ഇങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. ഇവിടെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ വന്നിട്ട് ഈ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കുകയും ദേവന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭഗവാന്റെ സവിധത്തിൽ നിന്ന് ഈ കുട്ടികളെയും അതുപോലെ തന്നെ പശുക്കളെയും എല്ലാം ചെയ്തു തൻ്റെ മായ കൊണ്ട് ആകർഷിച്ചു കൊണ്ട് ഒരു ഗുഹയ്ക്കുള്ളിൽ കയറ്റി. ആ ഗുഹയ്ക്കുള്ളിൽ കയറ്റി കഴിഞ്ഞപ്പോൾ അവരെ ബോധരഹിതരാക്കി. എന്നിട്ട് അവരെ അവിടെ കിടത്തിയിട്ട് ഗുഹയങ്ങ് അടച്ചു. കാരണം സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് ഒരു ഗുഹ അടയ്ക്കാൻ, അവിടെ ഒരു മറ സൃഷ്ടിക്കാൻ വലിയ മടിയൊന്നും ഇല്ല. അവിടെ ആ ഗുഹയങ്ങ് അടച്ചു. കണ്ടാൽ പോലും തിരിച്ചറിയില്ല. അതേ കണക്ക് ഗുഹാ കവാടം അടച്ചു. ഇത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് അവിടെ നിന്ന് പോയി. തുടർന്ന് എന്തൊക്കെ നടക്കുമെന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ഇവിടെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു വർഷമാണ്. അങ്ങനെയാണ് കാലയളവിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാവ് അവിടെ നിന്ന് പോയിട്ട് അടുത്ത ദിവസം ബ്രഹ്മാവ് കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയാൻ തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഒരു വർഷം പോയി. അപ്പോൾ ഭൂമിയിൽ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം ദീർഘകാലയളവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഈ ഗോപകുമാരന്മാരൊക്കെ ഉച്ച സമയത്തോടു കൂടിയിട്ടാണ് ആര് കൊണ്ടുപോകുന്നത്? ബ്രഹ്മാവ് കൊണ്ടുപോയി ഗുഹയിൽ അടയ്ക്കുന്നത്. വൈകുന്നേരം വരെ ഭഗവാൻ സാധാരണഗതിയിൽ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഓടക്കുള്ളെടുത്ത് പോകുമ്പോഴാണ് എല്ലാവരും തിരിച്ചു വന്ന് ഒരുമിച്ച് പോകുന്നത്. ഇപ്പോൾ ഭഗവാൻ വൈകുന്നേരം ആയപ്പോൾ നോക്കുമ്പോൾ ഗോപകുമാരന്മാരാരുമില്ല, പശുക്കളില്ല, കുട്ടികളില്ല. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ, മറ്റുള്ള ഗോപികമാരുടെയൊക്കെ മക്കളാണ് കൂടെ വരുന്നത്. ഇവരെയൊക്കെ കൃഷ്ണനാണ് ലീഡർഷിപ്പ് എന്നവർക്കൊക്കെ അറിയാം. അവരുടെ സമ്പത്താണ് ഗോക്കളെന്ന് പറയുന്നത്, അല്ലേ? അവരുടെ പ്രാണനാണ് മക്കൾ. അച്ഛൻ്റെയും അമ്മയുടെയും പ്രാണനാണ് ആര്? മക്കളെന്ന് പറയുന്നത്.
അപ്പം മക്കളെയും നഷ്ടപ്പെട്ട് സമ്പത്തും നഷ്ടപ്പെട്ട് ചെന്നാൽ അവർക്കുണ്ടാകുന്ന ദുഃഖം വളരെ വലുതല്ലേ? ഇത് പരിഹരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ പരിഹരിക്കണം? ഭഗവാൻ തൻ്റെ മായാസ്വരൂപം പുറത്തെടുത്തു. ഭഗവാനിൽ നിന്ന് അസംഖ്യം, നമ്മൾ ഭഗവാന്റെ അവതാരം പറഞ്ഞ സമയത്ത് പറഞ്ഞു, മനുഷ്യരൂപത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആടിയത് മുഴുവൻ ഏതാ? ഈശ്വരീയ ലീലകളാണ് അല്ലേ? രാമൻ നേരെ തിരിച്ചായിരുന്നു, മനുഷ്യരൂപത്തിൽ ജനിച്ചു, മനുഷ്യ ലീലകൾ തന്നെ ആടി. ഇവിടെ കൃഷ്ണാവതാരത്തിൽ നേരെ വിപരീതമായിട്ടാണ്. മനുഷ്യൻ്റെ രൂപം വന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഈശ്വരീയ. മായാസ്വരൂപം കൊണ്ട് എത്ര ഗോപകുമാരന്മാരുണ്ടായിരുന്നുവോ അത്ര തന്നെ ഗോപകുമാരന്മാരെ സൃഷ്ടിച്ചു ഭഗവാൻ. എത്ര പശുക്കളുണ്ടായിരുന്നുവോ അത്രയും പശുക്കളെ അതിൻ്റെ കുട്ടികളെയൊക്കെ സൃഷ്ടിച്ചു. അപ്പോൾ കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭഗവാൻ സർവത്ര ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ട് നിറച്ചു. ഒന്നിനെപ്പോലും മാറ്റം വരാതെ, യാതൊന്നിനെപ്പോലും സ്വന്തം അച്ഛനും അമ്മ പോലും കുഞ്ഞിനെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് അതിന് മേന്മയുണ്ടാവും അല്ലേ? സ്വന്തം അച്ഛനും അമ്മയുടെ അടുത്തേക്കാണ് ഈ കുട്ടികൾക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള നിർമ്മിച്ചെടുത്തതിനെ അയക്കുന്നത്. മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയുക. അതാണ് ഭഗവാന്റെ ആ മായയുടെ വൈഭവം എന്ന് പറയുന്നത്. വൈകുന്നേരം ആയപ്പോൾ ഭഗവാൻ ഒന്നും സംഭവിക്കാത്ത കണക്ക് തന്നെ ഭഗവാൻ എവിടേക്ക് പോയി? എല്ലാവരെയും കൂട്ടി നേരെ വൃന്ദാവനത്തിൽ ചെന്നു. ഈ കുട്ടികളൊക്കെ അതാത് വീടുകളിലേക്ക്, അവർക്കും മാറ്റമൊന്നും വന്നില്ല. അവരെല്ലാം സാധാരണഗതി ഓടി ചെല്ലുന്നതൊക്കെ എല്ലാവരും ഓടി വീടുകളിലേക്ക് കയറി. പശുക്കളൊക്കെ അതാത് തൊഴുത്തുകളിലേക്ക്, ഓരോരുത്തർക്കും പ്രത്യേക തൊഴുത്തുകളുണ്ട്, അവിടേക്ക് പോയി. അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ കൂടെ പോയി. ഒരു വർഷക്കാലം ഭഗവാൻ ഈ ലീല ഇങ്ങനെ ആടി. ഒരു വർഷക്കാലം ഭഗവാൻ ഒരാൾക്കും പിടികൊടുക്കാതെ ആ മായാമോഹനായ ഭഗവാൻ തൻ്റെ മായയാൽ എല്ലാവരെയും ഭ്രമിപ്പിച്ച് കൊണ്ടുനടന്നു. അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് വരികയാണ്. ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, എന്താ സംഭവിച്ചത് നോക്കണമല്ലോ. ബ്രഹ്മാവ് വന്നപ്പോൾ ബ്രഹ്മാവ് ഞെട്ടിപ്പോയി. കാരണം താൻ എല്ലാവരെയും കൊണ്ട് ഗുഹയിൽ കിടത്തി തിരിച്ചു വരുമ്പോൾ കൃഷ്ണൻ ഇവരെ അന്വേഷിച്ചൊക്കെ അലഞ്ഞു നടക്കുന്നതായിട്ടാണ് ബ്രഹ്മാവ് ആഗ്രഹിക്കുന്നത്. മനസ്സിലല്ലേ? ബ്രഹ്മാവിനും ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു അല്പം അഹന്ത വന്നു. കൃഷ്ണനെ ഞാനൊരു പാഠം പഠിപ്പിക്കുകയാണെന്നൊരു അഹന്ത വന്നു. ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും. ഒന്ന് ബ്രഹ്മാവ് ഞെട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ മറച്ചു വെച്ചിരുന്ന മുഴുവൻ ഗോക്കളും ഗോപകുമാരന്മാരും ആരുടെ ചുറ്റുമുണ്ട്? കൃഷ്ണൻ്റെ ചുറ്റുമുണ്ട്. ബ്രഹ്മാവ് ഉടനെ തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത്രയും ആൾക്കാർ അവിടെ മയങ്ങി കിടപ്പുണ്ട്. ബോധരഹിതരായി കിടത്തിയവരൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. ബ്രഹ്മാവ് ഞെട്ടി. കാരണം സൃഷ്ടികർത്താവായ ഞാൻ പോലും അറിയാതെ ആയിരക്കണക്കിന് ഗോക്കളെയും അല്ലേ, ആയിരക്കണക്കിന് ഗോപകുമാരന്മാരെയും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ, വിഷ്ണു ഭഗവാന്റെ ഇതുവരെയുള്ള ലീലയിൽ ഭഗവാൻ സ്വയം രൂപം മാറിയിട്ടുണ്ട്. നരസിംഹമായിട്ട് മാറിയിട്ടുണ്ട്, കൂർമ്മമായിട്ടുണ്ട്, മത്സ്യമായിട്ടുണ്ട്, വരാഹമായിട്ടുണ്ട്, ഇതൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഭഗവാൻ രൂപം മാറിയിട്ടുമില്ല, കൃഷ്ണൻ്റെ രൂപത്തിൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ 10,000കണക്കിന് ഗോക്കളെ സൃഷ്ടിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അതുപോലെ ആയിരക്കണക്കിന് ഗോപകുമാർ. ഇതെന്താ അത്ഭുതം എന്നറിയാൻ വേണ്ടി ഇവിടെ ബ്രഹ്മാവ് വേഗത്തിൽ ഓടി വീണ്ടും ഭഗവാന്റെ സവിധത്തിലെത്തി. ഭഗവാൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ബ്രഹ്മാവിനെ വരവേറ്റു. ഹേ ബ്രഹ്മദേവ, അങ്ങ് വിചാരിക്കും അങ്ങയ്ക്കാണ് സൃഷ്ടികർത്തവം മൊത്തം അറിയാവുന്നത്. പക്ഷേ അങ്ങ് പോലും സൃഷ്ടി നടത്തുന്നത്, മനസ്സിലാവുന്നുണ്ടോ, എൻ്റെ അനുഗ്രഹത്താലാണ്. അപ്പം ഞാൻ തന്നൊരു കഴിവാണ് അങ്ങയ്ക്ക് സൃഷ്ടിയുടേത്. ആ എന്നെ വെല്ലാൻ അങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ കേവല ബോധം കൊണ്ടാണ്. ആ ബോധത്തിലേക്ക് അങ്ങ് അടിമപ്പെട്ടു പോയല്ലോ എന്ന ഒരർത്ഥത്തിലാണ് ഭഗവാൻ ബ്രഹ്മാവിനെ നോക്കി പുഞ്ചിരിച്ചത്. ബ്രഹ്മാവ് കൈകൂപ്പി. ബ്രഹ്മാവിന് മനസ്സിലായി തനിക്ക് അമളി പറ്റിയിരിക്കുന്നു. എന്താ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഭഗവാനെ നോക്കിക്കൊണ്ട് കൈകൂപ്പിയപ്പോൾ ഭഗവാൻ ഒരു ചെറു പുഞ്ചിരിയോട് അതിന് മറുപടി കൊടുത്തു. ഭഗവാൻ നേരെ ഈ ഗോക്കളെ നേരെ തന്നെ കൈ ചൂണ്ടിക്കാണിച്ചു. ബ്രഹ്മാവ് നോക്കുമ്പം കണ്ടത് 10,000കണക്കിന് കൃഷ്ണന്മാർ ഒരേ കണക്ക് നിരന്ന് നിൽക്കുന്നു. ഓരോ ഗോക്കളും ഓടില്ല, പകരം ആരാ ഉള്ളത്? കൃഷ്ണൻ മാത്രമാണ്. സർവത്ര ശ്രീകൃഷ്ണ സാഗരം. നമ്മൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചു. ഒക്കെ ഒരു കൃഷ്ണനെ തന്നെ കണ്ടാൽ, കമനീയ രൂപമാർന്ന കൃഷ്ണനെ കണ്ടാൽ നമ്മളൊക്കെ മോഹിച്ച് അതിലേക്ക് വശംവതരായി മാറിക്കഴിയും. 10,000കണക്കിന് ഗോക്കളുടെ സ്ഥാനത്ത് 10,000കണക്കിന് കൃഷ്ണൻ, ആയിരക്കണക്കിന് ഗോപകുമാരന്മാരുടെ സ്ഥാനത്തും കൃഷ്ണൻ. കൃഷ്ണന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു കടൽ. ആ കാറ്റത്ത് ഇങ്ങനെ ചെറു മന്ദമാരുതനിങ്ങനെ അവിടെ ഇങ്ങനെ വീശിയടിക്കുമ്പോൾ യമുനാ നദിയുടെ തീരത്തുള്ള ആ കാറ്റിങ്ങനെ യമുനാ നദി ഇതിനെ ആസ്വദിച്ചു. കാരണം എന്താ? ഒരു കൃഷ്ണാവതാരം കാണാൻ വന്നതാ. യമുനയ്ക്ക് പോലും ആനന്ദപുളകിതയായി. കാരണം എന്താ? ഇത്രയും കൃഷ്ണന്മാരെ ഒരുമിച്ച് കാണാൻ ലോകത്ത് ആർക്കും ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് യമുനയ്ക്ക് പോലും തോന്നി. തനിക്കത് ലഭിച്ചിരിക്കുന്നു, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ യമുനാ നദി സ്വയം പറയുകയാണ്, ഭഗവാനെയും കൊണ്ട്
വസുദേവർ അമ്പാടിയിലേക്ക് പോകാൻ വന്ന സമയത്ത് വർഷക്കാലമായിരുന്നല്ലോ, മഴക്കാലമായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ഇടിയും മഴയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ ഭഗവാൻ ജനിച്ച സമയത്ത്. ആ വർഷക്കാലത്ത് തൻ്റെ യമുനാ നദി നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരുന്ന അവസ്ഥയിൽ വസുദേവർക്കെന്നല്ല സാധാരണ ഒരാൾക്ക് കടക്കാൻ പറ്റില്ല. അന്ന് ഭഗവാന് വേണ്ടി ഞാൻ വഴിയൊഴിഞ്ഞു കൊടുത്തല്ലോ, അതിൻ്റെ നന്ദിയായിരിക്കാം ഭഗവാൻ ഈ അനേക രൂപങ്ങളിലായുള്ള കാരുണ്യം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതെന്ന് ആര് ചിന്തിച്ചു? യമുനാ നദി പോലും ചിന്തിച്ചു. അപ്രകാരമുള്ള യമുനയിലൂടെ ആ ഭഗവാൻ അന്ന് കൊണ്ടേയും കൊണ്ട് വസുദേവർ കടന്നുപോയത്. അപ്പോൾ യമുനാ നദിയും ഇത് കണ്ട ആനന്ദത്തോടു കൂടി എന്ത് ചെയ്തു? ആ ആനന്ദത്തെ ഭഗവാനിലേക്ക് അറിയിക്കാൻ എല്ലാ കൃഷ്ണനെയും ഒന്ന് വാരി മാറോട് ചേർക്കണമെന്ന് ആർക്ക് തോന്നി? യമുനയ്ക്ക് തോന്നി. യമുന അതുകൊണ്ട് തൻ്റെ ആ ജലാംശത്തെ വഹിക്കുന്ന കാറ്റിനെ കരയിലേക്ക് ഇങ്ങനെ പ്രവഹിപ്പിച്ചു. ആ തണുത്ത കാറ്റ് ആ ഭഗവാനെ പുളകം കൊള്ളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കരയിലേക്ക് വന്നു. ഈ കാറ്റത്ത് ഈ മൈപ്പീലികൾ ഓരോന്നും ഇങ്ങനെ ഇളകിയാടുന്നത് കണ്ടപ്പോൾ കടലിലെ തിരമാല പോലെ ആ മൈപ്പീലി തിരമാല പോലെ ചലിക്കുന്നതായിട്ട് ആർക്ക് തോന്നി? ബ്രഹ്മാവിന് തോന്നി. ബ്രഹ്മാവിന് തൻ്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. മഹാത്ഭുതം കാണുന്ന പോലെ ബ്രഹ്മാവ് ഭഗവാന്റെ മുന്നിൽ പറഞ്ഞു, എൻ്റെ അപരാധം ക്ഷമിക്കണം. മനസ്സിലായില്ലേ? എൻ്റെ അപരാധം അങ്ങ് ക്ഷമിക്കണം. എന്നിട്ട് ബ്രഹ്മദേവൻ തന്നെ ആരെ സ്തുതിക്കുന്നു? കൃഷ്ണനെ സ്തുതിക്കുകയാണ്. ഇവിടെ എന്താ ഭഗവാനെ സ്തുതിക്കുന്നതിലൂടെ കാണിക്കുന്നത്? ദേവന്മാരെ നിങ്ങൾ ചിന്തിച്ചതുപോലെ ഭഗവാൻ ഇതൊന്നും മറന്നല്ല ജീവിക്കുന്നത്. എല്ലാം ആ ചൈതന്യം മുഴുവൻ ഭഗവാൻ വർത്തിച്ചുകൊണ്ട് പ്രവൃത്തിയിൽ നിലനിർത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കുക. ഈ സ്തുതിയിൽ വളരെ രസകരമായ ഒരു ക്ഷമാപണമുണ്ട്. അത് മാത്രം ഒന്ന് പറഞ്ഞ് നമുക്കിനി കടന്നു പോരാം. ബ്രഹ്മസ്തുതിയൊക്കെ വേദാന്തപരമായി ചർച്ച ചെയ്യേണ്ട വലിയ ജ്ഞാനസരിത്തുകളാണ്. അവിടെ ആ സ്തുതിയിൽ ബ്രഹ്മദേവൻ പറയുന്നത്, അല്ലയോ ഭഗവാനെ, അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അല്ലേ, ഗർഭകാലഘട്ടത്തിൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് പലതവണ കൈകാലുകൾ കൊണ്ട് ആരെ തൊഴിക്കും? അമ്മയെ തൊഴിക്കും അല്ലേ, ഗർഭപാത്രത്തിൽ വെച്ച്. ഏതെങ്കിലും അമ്മയ്ക്ക് ഇതുകൊണ്ട് ദേഷ്യം വരാറുണ്ടോ? ഉണ്ടോ? പകരം അമ്മയ്ക്ക് എന്താ വരുന്നത്? സന്തോഷമായിരിക്കും. അതുപോലെ കണ്ടിട്ട് എൻ്റെ ഈ പ്രവൃത്തിയെ അങ്ങ് ക്ഷമിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് കൈകാലുകൾ കൊണ്ട് മർദ്ദിക്കുമ്പോഴും അമ്മ ആനന്ദം അനുഭവിക്കുന്നത് പോലെ ഞാൻ ചെയ്ത ഈ ഒരു അപരാധം അങ്ങ് ഒരിക്കലും വേറെ അർത്ഥത്തിലെടുക്കാതെ ആനന്ദത്തോടു കൂടി കണ്ട് ക്ഷമിക്കണം. ഏതെങ്കിലും അമ്മ ഗർഭകാലത്ത് നീ വയറ്റിൽ കിടന്നപ്പോൾ 8ാമത്തെ മാസം എന്നെ ചവിട്ടിയതാടാന്നും പറഞ്ഞ് ജനിച്ചു കഴിയുമ്പം ചട്ടുവം പഴിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ചൂരിൽ വെച്ച് അടിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് ഏറ്റവും വലിയ ആനന്ദം കുഞ്ഞിൻ്റെ ചലനമാണല്ലേ, ശരിയല്ലേ? ആ ചലനത്തെയാണ് ആനന്ദത്തോടു കൂടി വരവേൽക്കുന്നത്. ചില അമ്മമാർ പറയും മുട്ടനാടിൻ്റെ സ്വഭാവമായിരുന്നു, കുമ്പനായിരുന്നു, അന്നേ എനിക്കറിയാടാ. കാര്യം എന്താ? അന്നത്തെ ഇടിയുടെ ഊക്ക് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ചില ശീലങ്ങളുണ്ട്. കാരണം അമ്മ അത് ആനന്ദത്തോടു കൂടി, അതുപോലെ ഒരു ക്ഷമാപണം, ഇത്രയും നല്ലൊരു ക്ഷമ ലോകത്ത് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, ബ്രഹ്മാവല്ലാതെ വേറെ ആളും പറഞ്ഞു. കാരണം എന്താ? ബ്രഹ്മദേവൻ വളരെ കൃത്യമായി ജ്ഞാനത്തിൻ്റെ തലം കൂടി കൈകാര്യം ചെയ്യുന്ന ആളാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്. ചതുർ അല്ലേ, ശിരസ്സാണ്. 4 വേദങ്ങളെ ശിരസാക്കിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. 4 വേദങ്ങളെ തന്നെ ശിരസാക്കി മാറ്റിയവൻ എന്നാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ശരി. അപ്പോൾ ഭഗവാൻ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് തന്നെ പരിഹാരം എന്നുള്ള നിലയിൽ നേരെ മയക്കി കിടത്തിയ കുഞ്ഞുങ്ങളെ മുഴുവൻ ഉണർത്തി ഗുഹാകവാടം തുറന്ന് അല്ലേ, നേരെ അവിടെ നിന്ന് എല്ലാവരെയും എവിടെ എത്തിച്ചു? കൃഷ്ണൻ്റെ അടുത്ത് എത്തിച്ചു. ഭഗവാനാകട്ടെ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഇല്ലാതാക്കി. 1 വർഷം കൊണ്ടു കിടന്നവരെ മൊത്തം എന്ത് ചെയ്തു? തിരിച്ചു ഉള്ളിലേക്ക്. അല്ലെങ്കിൽ അവർ വരുമ്പം അവർ നോക്കുമ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാവില്ലേ? അപ്പോൾ അതുകൊണ്ട് മറ്റവരെ ഉണർത്തിക്കൊണ്ടുവന്നപ്പോൾ ഭഗവാൻ തന്നിൽ നിന്ന് സൃഷ്ടിച്ച മുഴുവൻ ആൾക്കാരെയും തൻ്റെ ഉള്ളിലേക്ക് തന്നെ ലയിപ്പിച്ചു. അപ്പോൾ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ച് ഭഗവാനിലേക്ക് അവരെല്ലാം ലയിച്ചു ചേർന്നു. ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതിൻ്റെ കാരണം കംസവധം എന്നത് ഭഗവാൻ മടിക്കുന്നുണ്ടോ എന്നല്ലേ ദേവന്മാരുടെ സംശയം വന്നത്. ഭഗവാൻ മറ്റു കാര്യത്തിൽ ഏർപ്പെട്ട് കുട്ടിക്കളിയൊക്കെ ആയിട്ട് നടക്കുകയാണെന്നുള്ളതാണ്. അപ്പം ഭഗവാന് മനസ്സിലായി ഇനി കംസവധത്തിലേക്ക് തന്നെ തൻ്റെ യാത്ര ആരംഭിക്കണം. അങ്ങനെ ആരംഭിക്കണമെങ്കിൽ ഞാനാണ് നിൻ്റെ അന്തകനെന്ന് ആരറിയണം? കംസൻ അറിയണം. എങ്കിലേ കംസൻ കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള ലക്ഷ്യമായിട്ട് ആരെ തേടി വരത്തുള്ളൂ? ഭഗവാനെ ലക്ഷ്യം വെക്കത്തുള്ളൂ. ഇതുവരെയും ഭഗവാനെ അല്ല ലക്ഷ്യം വെച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഭഗവാനാണ് ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പോയ എല്ലാവരെയും തന്നിലേക്ക് കൊണ്ടുവന്ന ഭഗവാനാണ്. കാരണം വേറെ ഒരു കുഞ്ഞിനും അപകടം വരരുത്. പൂതന ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞ എന്താ?
ഞാൻ 10 വയസ്സിൽ താഴോട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാമെന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ അടുത്ത് വരാതെ പൂതന വേറെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കായിരുന്നു പോയിരുന്നതെങ്കിൽ അല്ലേ കുറേ കുഞ്ഞുങ്ങൾ മരിക്കപ്പെടില്ലായിരുന്നോ? അതുകൊണ്ട് ഭഗവാൻ ഇത് തൻ്റെ അടുത്തേക്ക് പൂതനെ ആകർഷിക്കുക ചെയ്തത്. കാന്തം എപ്രകാരമാണോ ഇരുമ്പിനെ ആകർഷിക്കുന്നത് അതുപോലെ ഭഗവാൻ ആകർഷിക്കുക ചെയ്തത്. അവരുടെ കഴിവ് കൊണ്ടല്ല ഇവരിവിടെ വന്നത്, ഭഗവാന്റെ കഴിവ് കൊണ്ട് വന്ന് ഭഗവാൻ അവരെ വധിക്കുക ചെയ്തത്. അപ്പോൾ ഈ കാളിയ നടനം ഈ രീതിയിൽ കംസൻ്റെ അടുത്തേക്ക്, കാരണം കംസൻ എല്ലായിടത്തും ദൂതന്മാരെ വിട്ടിട്ടുണ്ട്. വിശിഷ്യ വൃന്ദാവനത്തിലേക്കാണ് ദൂതന്മാരെ കൂടുതൽ വിട്ടേക്കുന്നത്. കാരണം എന്താ, കംസൻ അയച്ചവരൊക്കെ മരണപ്പെട്ടിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ്? ഈ വൃന്ദാവനവാസികളുടെ വാസകേന്ദ്രവുമായി ബന്ധപ്പെട്ട അകാസുരനും ബകാസുരനും ഒക്കെ, അതിനു മുമ്പ് പൂതനയും ഷടകാസുരനും ഒക്കെ വധിക്കപ്പെട്ടപ്പോഴാണ് അവരും ഗോകുലത്തിൽ വസിക്കുമ്പോഴാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഇവരുമായി ബന്ധപ്പെട്ട് എവിടെയോ ആണ് എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അവിടെ ഇൻ്റലിജൻസ് വിഭാഗത്തെ കംസൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരും ഈ സ്ഥലത്ത് ഓടിയെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഭഗവാൻ ആ ഉയർന്നു വന്ന കാളിയൻ്റെ മുന്നിൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ജലത്തിന് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് ഈ നീന്തി തുടിക്കുന്ന പണിയൊന്നും നിർത്തി. ഈ സമയം കൊണ്ട് കാളിയൻ തൻ്റെ വാലുകൊണ്ട് ഭഗവാനെ ചുറ്റി വരിഞ്ഞു. ഈ പെരുമ്പാമ്പൊക്കെ പിടിക്കുന്നുണ്ട്, ചുറ്റി വരിഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് നന്ദഗോപരും മറ്റുള്ള ഗോകുലവാസികളൊക്കെ ഓടി വരുന്നത്. അവിടെ ഇതാ സർപ്പത്തിൻ്റെ പിടിയിൽ കൃഷ്ണൻ പെട്ടിരിക്കുന്നു. കൃഷ്ണനെ മോചിപ്പിക്കണം, ചാടി ഇറങ്ങാൻ നോക്കി. ബലരാമൻ കയറി തടഞ്ഞു. കാരണം ബലരാമന് കൃത്യമായിട്ട് കൃഷ്ണൻ ആരാണെന്ന് എന്താണെന്നും കൃത്യമായിട്ട് രണ്ടും ഒരേ അംശമാണല്ലോ. അതുമാത്രമല്ല വിശിഷ്യ അനന്തനും കൂടാണ്. ഇവിടെ നിൽക്കുന്നത് ഒരു സർപ്പമാണ്. അപ്പോൾ എത്ര കണ്ട് ശക്തി കാളിയനുണ്ടെന്നും ഭഗവാന്റെ ശക്തി എത്രയാണെന്നും ആർക്കറിയാം? അനന്തനറിയാം. കാരണം ഭഗവാനെ വഹിക്കുന്നതാരാ? പാലാഴിയിൽ കിടക്കുമ്പോൾ ഭഗവാന് വഹിക്കുന്നത്, ഭഗവാന് മെത്തയായി മാറുന്നതാരാ? അനന്തനാണ് അല്ലേ? അനന്തശായിയാണ്. അപ്പം ഭഗവാന്റെ എല്ലാ തരത്തിലും ശരീരത്തിൻ്റെ ബലവും ഭഗവാനെയൊക്കെ വഹിക്കുന്ന ഒരാൾക്കല്ലേ കൃത്യമായിട്ട് അറിയാവുന്നത് കൂടുതലും. ഭഗവാനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആർക്കാർ അനന്തനറിയാം. അപ്പോൾ അത് ആ സമയത്ത് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തെ ഒന്ന് വിഭ്രമിച്ച് ആ കാളിയന് തൻ്റെ അസ്ഥി നുറുങ്ങുന്നത് പോലെ തോന്നിയപ്പോൾ കാളിയൻ്റെ പിടി അങ്ങ് അയഞ്ഞു. ഭഗവാൻ ഒരൊറ്റ കുതിപ്പിൽ ഓടിക്കയറാനുള്ള പടി പോലെയായി. കാളിയനിങ്ങനെ ചുറ്റിയാണല്ലോ പിടിച്ചത്. ആ ചുറ്റങ്ങോട്ട് ഇങ്ങോട്ട് അഴിഞ്ഞ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? നമ്മൾ ഈ കറങ്ങി കയറുന്ന റൂട്ടുണ്ടല്ലോ, അതുപോലെ ഭഗവാൻ കാളിയൻ്റെ ദേഹത്തൂടെ ചവിട്ടി ഓടി 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 നേരെ അല്ല പടി കയറി സ്റ്റെയർ കയറി പോകുന്ന കണക്ക് ഓടി നേരെ എവിടെ എത്തി? കാളിയൻ്റെ ശിരസിലേക്ക് എത്തി. നേരെ ശിരസിന് മുകളിൽ കയറി എന്ന് ചവിട്ടുവാണ്. അവിടെ കാളിയൻ്റെ 5 ബണങ്ങളിൽ ഓരോന്നിലും ഭഗവാൻ മാറി മാറി ഭഗവാന്റെ കാല് വെക്കുമ്പോൾ കാളിയന് താങ്ങാൻ പറ്റാതെ ആ ബണം താന്നു. അവിടെ താഴുമ്പോൾ ഭഗവാനെ കാല് പൊക്കി അടുത്തതിലോട്ട് ചവിട്ടും. അപ്പോൾ അത് താഴുമ്പോൾ അടുത്തതിലോട്ട് ചവിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ ഈ വളരെ വേഗത്തിൽ ചടുല നൃത്തമാടുന്നത് പോലെ കാളിയൻ്റെ ബണങ്ങളിൽ മാറി മാറി തൻ്റെ പദം ഉറപ്പിക്കാൻ തുടങ്ങി. ഇത് ലോകർക്ക് തോന്നിയ ഒരു നടനമായിട്ട് ഭഗവാൻ ഡാൻസ് കളിക്കുകയാണെന്ന് തോന്നി. യഥാർത്ഥത്തിൽ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഇത് താഴുമ്പോൾ ഇതിന് ചാടി അടുത്തതിൽ കയറും, അടുത്തത് താഴുമ്പോൾ അടുത്തതിൽ കയറും. ഇതിനിടയിൽ കൂടെ അപ്പം വിചാരിച്ച് എന്തായാലും ഒരു ഡാൻസായി, ഒരു ഓടക്കുള്ളിലൂടെയൊക്കെ ഒന്ന് ഊതിയാൽ കൊള്ളാം. ഓടക്കുള്ളിലൊക്കെ ഊതി വളരെ മനോഹരമാർന്ന ഈ കാഴ്ച കണ്ടപ്പോൾ കുറേ കൂടെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് യമുനാ നദി കൂടി. ഈ കാളിയൻ തൻ്റെ വാലെടുത്ത് വെള്ളത്തിലടിക്കുമ്പോൾ യമുനയ്ക്ക് തോന്നി ഒരു അഭിഷേകം, ജലാഭിഷേകം നടത്തിക്കളയാം. നമ്മുടെ അമ്പലത്തിലൊക്കെ ഭഗവാൻ അഭിഷേകം നടത്തുന്ന കണക്ക് യമന എന്ത് ചെയ്തു? ഈ ജലത്തെ മുഴുവൻ തിരമാല കണക്ക് ഉയർത്തി മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ശിരസിൽ നിന്ന് താഴേക്ക് മുത്തുമണികൾ ചിതറി വീഴുന്നത് പോലെ വീഴാൻ തുടങ്ങി. ഈ ജലം ഇങ്ങനെ ഇളകി ആടുന്ന സമയത്ത് വാനിൽ ഭഗവാൻ ഒരു പ്രഭ പോലെ തന്നെ മഴവില്ല് രൂപപ്പെട്ടു. 7 നിറങ്ങളോടുകൂടിയ മഴവില്ല്, മനോഹരമാർന്ന മഴവില്ല് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിറഞ്ഞു വന്നു. അപ്പോൾ ആ മഴവില്ലിൻ്റെ മുന്നിലായി ഭഗവാൻ നിൽക്കുന്നു. ആ ഭഗവാൻ ആ കാളിയൻ്റെ മുകളിലേക്ക് നടനമാടുമ്പോൾ കാളന്തിയിലെ ജലഗണങ്ങൾ ഭഗവാനെ പുഷ്പം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്, ജലാഭിഷേകം ചെയ്യുന്നത് പോലെ തെറിച്ചു വീഴുന്ന ആനന്ദകരമായ കാഴ്ച കണ്ട് സ്വയം മറന്ന് എല്ലാവരും നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ കാളിയന് മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാളിയൻ്റെ കണ്ണുകളൊക്കെ കലങ്ങി, വായിലൂടെ വിഷം മുഴുവൻ പുറത്തേക്ക് വന്നു, രക്തം വരാൻ തുടങ്ങി. ഈ സമയമായപ്പോൾ കാളിയ പത്നിമാർ ഇരുവരും ഈ കാഴ്ച കണ്ട്, അതുവരെ കാളിയനാണ് ലോകത്തെ വലിയ ശക്തിമാനെന്ന് വിചാരിച്ചിരുന്ന ഭാര്യമാർ. കാര്യം എന്താ? ഈ ഭർത്താക്കന്മാർക്ക് പൊതുവിലൊരു ശീലമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അറിയോ? അവരേറ്റവും കൂടുതൽ വീരവാദമൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ആരെയായിരിക്കും? ഭാര്യയായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ഭയങ്കര വില്ലനാണ്, ഞാൻ ഭയങ്കര കഴിവുള്ള ആളാണ്, എന്നോട് ആരെങ്കിലും വന്നാൽ ഞാൻ പിന്നെ അങ്ങ് ക്ഷമിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കുന്നത്. ഈ വീരവാദം മുഴുവൻ പൊള്ളയാണെന്ന് ആർക്കും മനസ്സിലായി? പത്നിമാർക്ക്. അപ്പോൾ ഇനി ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ ആരുടെ പാദത്തിൽ പിടിക്കണം? ഭഗവാന്റെ പാദത്തിൽ. ഇവർ രണ്ടുപേരും ഭഗവാന്റെ പാദത്തിൽ കൈകൂപ്പി, ഭഗവാനെ ഞങ്ങളുടെ നാഥനെയാണ്
അതുകൊണ്ട് ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ഭർത്താവിനെ വിട്ടയക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ അങ്ങനെ ആരോടും പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, ആരോടും പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇവിടെ ശത്രുതയും ദേഷ്യമൊക്കെ ഭഗവാൻ പ്രകടിപ്പിക്കുന്നുണ്ടാ. തെറ്റ് ചെയ്താൽ ചെയ്യുന്ന സമയത്ത് ആ തെറ്റിനെതിരെയാണ് ഭഗവാൻ പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ നമ്മളൊക്കെ വിചാരിക്കുന്നത്, നമ്മളൊക്കെ എങ്ങനെ ഒരാളിനോട് ശത്രുത കാണിക്കുന്നത്? അയാൾ ചെയ്ത തെറ്റ് എപ്പോഴെങ്കിലും ചെയ്തൊരു തെറ്റായിരിക്കും. പിന്നീട് നമുക്കത് തെറ്റല്ലെന്ന് തോന്നിയാൽ പോലും ശത്രുത വന്നത് പിന്നെ നമ്മൾ മാറ്റുമോ? ജീവിതകാലം മുഴുവൻ നമ്മളത് കൊണ്ടു കിടക്കും. മനസ്സിലായില്ലേ? പിന്നെ അവരെ എപ്പോഴെങ്കിലും നമ്മളടുത്ത് ആശ്രയം പ്രാപിക്കാൻ വരുമ്പോഴാണ് നമ്മൾ തിരിച്ച് പ്രതികാരവും വീട്ടും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചാൽ ആ നിമിഷം തന്നെ ഭഗവാൻ പിന്നെ അവരുടെ രക്ഷകനായി അങ്ങ് മാറുക. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സ്ഥായിയായി ശത്രുക്കളും മിത്രങ്ങളും ആരോടും പ്രത്യേകിച്ചൊരു മമത ആർക്കില്ല? ഭഗവാനില്ല. അവിടെയാണ് നിസ്സംഗഭാവമാണ് ഭഗവാൻ്റേത്. ഇവിടെ കാളിയൻ്റെ ഭക്തിമാർ തൻ്റെ പാദത്തെ ആശ്രയിച്ചു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, ശരി, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളെന്നെ ആശ്രയിച്ചത് കൊണ്ട് ഞാനിതാ കാളിയനെ മോചിപ്പിക്കുകയാണ്. ഭഗവാൻ കാളിയനോട് പറഞ്ഞു, ഇവിടം വിട്ടു പൊയ്ക്കൊള്ളുക. കാരണം ഇത് ജനവാസ കേന്ദ്രമാണ്. ഇവിടെ ഗോക്കള മേയ്ക്കുന്നവരും സാധാരണക്കാരും ഒക്കെ ഈ കാളന്തിയിൽ അവരുടെ നിത്യമായ കാര്യത്തിന് വേണ്ടിയൊക്കെ ആശ്രയിക്കുന്നതാണ്, കുടിവെള്ളമായിട്ടൊക്കെ ആശ്രയിക്കുന്നതാണ്. അതുകൊണ്ട് നിന്നെപ്പോലെയുള്ള ഒരാളും അതിൻ്റെ വിഷവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവിടം വിട്ട് നീ പോകണം. എവിടേക്ക് പോകണം? രമണക ദ്വീപം എന്ന സർപ്പങ്ങൾ മാത്രം വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട് സമുദ്രത്തിൽ. നീ അവിടേക്ക് പോകണം. കാരണം സമുദ്രം വളരെ വലുതാണ്. അവിടെ നിൻ്റെ വിഷമൊന്നും വലുതായിട്ട് ഏശത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തറിയാം, ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ്സിനകത്ത് അല്ലേ, നമ്മളൊരു ചെറിയ കളർ കലക്കി കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ ആ കളർ നിൽക്കും. വലിയൊരു കുളത്തിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കലർത്തിയാലും എല്ലാം ഉണ്ടാവുമോ? കാര്യം അത്രയും ഇതിനകത്തേക്ക് പടരുമ്പോൾ അതിന് വീര്യം നഷ്ടപ്പെടും. അപ്പോൾ വിഷത്തിനാണെങ്കിലും വീര്യം നഷ്ടപ്പെടും. അതുകൊണ്ട് കടലിലേക്കായ കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ കാളിയൻ പറഞ്ഞത്, ഭഗവാനെ അങ്ങേക്കറിയാലോ, ഞാൻ ആ രമണക ദ്വീപത്തിൽ വസിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇവിടേക്ക് വരേണ്ടി വന്നത് ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നപ്പോൾ എന്നെ ഇവിടെ എതിർക്കാൻ ആരും ഇല്ല എന്ന് വന്നപ്പോൾ ഞാൻ അഹങ്കാരി ആയിട്ടുണ്ട്. ഈ അഹങ്കാരം വരുന്നത് അങ്ങനെയാണല്ലോ. എന്നെ എതിർക്കാനും എനിക്കാരെ അനുസരിക്കേണ്ട എന്നൊരു ബോധമൊക്കെ വന്നാൽ പിന്നെ നമ്മൾ ആരായി മാറും? അഹങ്കാരിയായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാനാണ് കേമനെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്. പക്ഷേ ഇവിടേക്ക് വന്നത് ഞാൻ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്താ ജീവരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഗരുഡന് ഭക്ഷണമാകുന്നത് സർപ്പങ്ങളാണ്. ഭഗവാന്റെ വാഹനമാണല്ലോ ഗരുഡൻ. ഈ ഗരുഡൻ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകും? ഈ രമണക ദ്വീപിൽ പോകും. ഈ നമ്മൾ നല്ല വിഭവസമൃദ്ധമായ സദ്യ കിട്ടുന്ന സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്ന കണക്ക് ഇടയ്ക്കിടയ്ക്ക് അല്ലാതുള്ള ഭക്ഷണമൊക്കെ കിട്ടാതെ വരുമ്പോൾ നേരെ എവിടേക്ക് പോകും? രമണക ദ്വീപിൽ പോകും. കാരണം എന്താ? ആവശ്യം പോലെ സർപ്പങ്ങളുണ്ട്. മറ്റേയാണെങ്കിൽ കണ്ടുപിടിച്ച് തിന്നേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് ഗരുഡൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതിൽ കൂടുതൽ സർപ്പങ്ങളെ അങ്ങ് കൊല്ലും. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഒന്നോ രണ്ടോ എണ്ണത്തെ ഭക്ഷിക്കുന്നത്, ബാക്കി അവനെ കൊന്നുകളയും. അങ്ങനെ ഗരുഡൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയാൽ സർപ്പങ്ങളുടെ വംശം തന്നെ നശിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് സർപ്പങ്ങളെല്ലാവരും കൂടി ഗരുഡനെ കണ്ടൊരു നിവേദനം കൊടുത്തു. അല്ലയോ ഗരുഡ, ഞങ്ങൾ നിൻ്റെ ഭക്ഷണമാണ്, അത് ഞങ്ങൾ സമ്മതിച്ചിരിക്കണം. പ്രകൃതിയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്, ഓരോന്നിൻ്റെ ഭക്ഷണമായി മാറ്റപ്പെടും. അത് ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങളെ സ്വീകരിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ ഭക്ഷണത്തിനല്ലാതെ ഞങ്ങളുടെ വംശത്തെ നശിപ്പിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് വിഷമമാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ഞങ്ങളില്ലാണ്ടാവും എന്ന് മാത്രമല്ല, അങ്ങനെ ഞങ്ങളില്ലാണ്ടായാൽ പിന്നെ നിനക്കുള്ള ഭക്ഷണത്തിന് ബുദ്ധിമുട്ടും വരും. അപ്പോൾ രണ്ട് തരത്തിലും ഒരു ചിന്ത വെക്കണം. അതുകൊണ്ട് ഒരു കരാർ ഏർപ്പെട്ടാൽ കൊള്ളാം. ഗരുഡൻ ചോദിച്ചാൽ എന്താ? നിനക്ക് ഭക്ഷണമായി ഓരോ ആൾക്കാർ ഓരോ ദിവസം അങ്ങോട്ട് വന്നോളാം. മനസ്സിലല്ലേ? ഓരോരുത്തരെ അങ്ങോട്ട് വിട്ടോളാം. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കരുത്. ഇങ്ങോട്ട് വന്നാലാണല്ലോ കൈ കിട്ടുന്നവരെല്ലാം ഒന്നുകിൽ ചിലരെ കൊത്തിപ്പറിക്കും, ചിലരെ എന്ത് ചെയ്യും, കാലിൻ്റെ നഖം കൊണ്ട് തന്നെ ആക്രമിച്ച് കൊല്ലും. ഇങ്ങനെയൊക്കെയുള്ള രീതികളുണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞു. ഗരുഡന് തോന്നുന്നത് ഇപ്പോൾ കൊള്ളാം, നല്ല ആശയമാണ്, എന്തായാലും തനിക്ക് ഭക്ഷണം കിട്ടിയാൽ മതിയല്ലോ. കരാറൊക്കെ ഉറപ്പിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഓരോ സർപ്പങ്ങൾ വീതം ചെല്ലാൻ തുടങ്ങി. ഇതിൽ ഒരു ദിവസം കാളിയൻ്റെ ഊഴം വന്നു. കാളിയൻ പറഞ്ഞു, ഞാൻ പോവില്ല. പക്ഷേ സർപ്പങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ ഉപാധി വെച്ചതാ, കാളിയാ നീ പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ നിന്നെ കൊണ്ടുപോയി അവിടെ കൊടുക്കും. കാളിയൻ എന്ത് ചെയ്തു? ആരും അറിയാതെ ഭാര്യമാരെയും കൂടെ കൂട്ടി നാട് വിട്ടു. രമണക ദേവിയിൽ നിന്ന് നേരെ സ്ഥലം വിട്ടു. ഇനി സ്ഥലം വിട്ടു പോകുമ്പോൾ കാളിയൻ ചിന്തിക്കുന്നത്, ഗരുഡൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഗരുഡന് ദേഷ്യം ആരോട് വരും? തന്നോട് വരും ഏറ്റവും കൂടുതലായി. അതുകൊണ്ട് ഗരുഡൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ സുരക്ഷിതമായ സ്ഥലം വേണം. അപ്പം കാളിയന് കുറച്ച് ലോകവിവരമൊക്കെ ഉള്ള ആളാണ്.
അപ്പോൾ കാളിയനറിയാം ഗരുഡന് പോലും പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട്. മനസ്സിലായില്ലേ? ഗരുഡന് പോലും പ്രവേശിക്കാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയാൽ ആരെ പേടിക്കണ്ട? ഗരുഡനെ പേടിക്കണ്ട. അതുകൊണ്ട് നേരെ എവിടേക്ക് വന്നു? ഈ ഗരുഡന് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഈ കാളന്തിയുടെ ഈ ഒരു ചെറിയ പ്രദേശം. അവിടെ വന്ന് വാസം തുടങ്ങി. അപ്പം പിന്നെ ഭയമില്ല. പിന്നെയോ ഗരുഡനെപ്പോലും ഞാൻ പറ്റിച്ചതാണെന്നൊരു ഒരു തലത്തിൽ ആർക്ക് ചിന്ത വന്നു? കാളിയന് ചിന്ത വന്നു. അതോടുകൂടി കാളിയൻ്റെ അഹങ്കാരം അങ്ങോട്ട് വർദ്ധിക്കാനും തുടങ്ങി. ഇങ്ങനെയാണ് കാളിയൻ സ്വയം ദുഷിക്കാൻ തുടങ്ങിയത്. ഈ കാളിയൻ്റെ ഈ ദുഷിക്കലാണ് വിഷത്തിൻ്റെ അളവെന്ന് പറയപ്പെടുന്നത്. നമ്മളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരേക്കാൾ കേമനാണ് എന്നുള്ളൊരു ധാരണ വന്നു തുടങ്ങിയാൽ അവിടെ പിന്നെ നമുക്കെന്ത് വരും? അഹങ്കാരം വരും. ഈ അഹങ്കാരം നമ്മളിൽ നിന്നുള്ള വിഷമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാവത്തിൽ വന്ന കാളിയൻ ഇവിടെ എത്തപ്പെട്ടു. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഗരുഡന് പ്രവേശിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, സൗരഭി എന്ന് പറയുന്ന ഒരു മഹർഷി വളരെ കാലം മുമ്പ് തപസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു കാളന്തിയുടെ ഈ തീരം. അദ്ദേഹത്തിനൊരു ആശ്രമമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഈ ആശ്രമാന്തരീക്ഷം ഉള്ളതുകൊണ്ട് അനവധി മത്സ്യങ്ങൾ, ഇങ്ങനെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ മത്സ്യങ്ങൾ കൂട്ടത്തോടെ വന്ന് വസിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗരുഡൻ മത്സ്യങ്ങളെ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഈ കഴിക്കുന്ന ഭക്ഷണത്തിനൊരു മാറ്റമൊക്കെ വരണമല്ലോ. എപ്പോഴും സർപ്പത്തെ തിന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഗരുഡൻ ഇടയ്ക്കിടയ്ക്ക് മീനെ പിടിക്കാൻ വരുന്നത് ഇവിടെയാണ്. ഈ മത്സ്യത്തെ പിടിച്ച് അവിടെ വെച്ച് തന്നെ കൊത്തി തിന്നും, അതിനെ വധിക്കും. അപ്പോൾ മഹർഷി പറഞ്ഞു, ഹേ ഗരുഡ, ഇതൊരു ആശ്രമമാണ്. ഈ ആശ്രമത്തിൻ്റെ ശാന്തി കൊണ്ടും അഭയം പ്രാപിച്ചിട്ടുമാണ് ഈ മത്സ്യങ്ങൾ ഇവിടെ സുരക്ഷിതരായി കഴിയാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. അതിനെ ഇവിടെ വെച്ച് തന്നെ വധിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രമത്തെ കളങ്കപ്പെടുത്തുന്നതിന് തുല്യമാണ്. തപസ് ചെയ്തു പോകുന്ന ഭാവത്തിൽ നിൽക്കുന്ന എൻ്റെ തപസ്സിന് വിഘ്നം വരുത്തുന്നത് പോലെയാണ് ഈ ക്രൂരകൃത്യം. ഞാൻ എല്ലാ ദിവസവും കണ്ണിൽ കാണുമ്പോൾ എനിക്ക് എൻ്റെ തപസ് പോലും മുടക്കം വരുന്നുണ്ട്. അതുകൊണ്ട് നീ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞു. ഗരുഡൻ പെട്ടെന്നൊന്നും അങ്ങോട്ടത് കേട്ടില്ല. അപ്പം മഹർഷി ഒരു ശാപം കൊടുത്തു, ഇനി നിനക്കിവിടെ പ്രവേശിക്കാൻ സാധിക്കാതെ പോകട്ടെ. ആ സ്ഥലമാണ് ആര് തിരിച്ചറിഞ്ഞത്? കാളിയൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് കാളിയൻ ഇവിടെ വന്നത്. അപ്രകാരം കാളിയനോട് ഭഗവാൻ ഇത് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അതൊക്കെ ശരി, അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എവിടെ പോകണം? രമണക ദ്വീപിലേക്ക് തന്നെ തിരിച്ച് പോകണം. അപ്പോഴാണ് ഗരുഡൻ വീണ്ടും പറഞ്ഞു, ഭഗവാനെ ഗരുഡൻ്റെ കാര്യം. കാളിയൻ ചോദിച്ചു, ഗരുഡൻ്റെ കാര്യം? ഭഗവാൻ പറഞ്ഞു, എൻ്റെ പാദമുദ്ര നിൻ്റെ ശിരസിലുള്ളിടത്തോളം കാലം, മനസ്സിലല്ലേ? ഭഗവാന്റെ പാദമാണല്ലോ ഗരുഡൻ്റെ ശിരസിൽ, അല്ല അവിടെ കാളിയൻ്റെ ശിരസിൽ പതിഞ്ഞത്. ആ പാദമുദ്ര ഉള്ളിടത്തോളം കാലം നിന്നെ ഗരുഡനെന്നല്ല ലോകത്തൊരാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? ലോകത്തൊരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം നിൻ്റെ ശിരസിൽ ഇപ്പോൾ എന്തുണ്ട്? എൻ്റെ പാദമുദ്രകളുണ്ട്. ഭഗവാന്റെ പാദം അതിൽ പതിഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം പറഞ്ഞു. അവിടെ നിന്ന് നേരെ കാളിയൻ രമണകദ്വീപിലേക്ക് പോയി യമുനാ നദിയെ ശുദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് കാളിയമർദ്ദനം. ഇത് കണ്ട ഉടനെ തന്നെ കംസൻ്റെ ദൂതന്മാരെല്ലാം വളരെ വേഗത്തിൽ കംസൻ്റെ അടുത്ത് പോയി, കംസ, ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കംസൻ ചോദിച്ചു, 100% ഉറപ്പാണോ? അങ്ങനെയാ തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിക്ക് ഇത്തരത്തിൽ കാളിയനെപ്പോലൊരു ഘോരസർപ്പത്തെ കീഴടക്കാൻ പറ്റുമോ? കംസൻ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ ഉറപ്പ് വരുത്തണം. മനസ്സിലായില്ലേ? പൂർണ്ണ ഉറപ്പ് വരുത്തണം എന്നുകൂടി പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയും ചെയ്തു. അപ്പോൾ കംസനോടൊരു ധാരണ കൊടുത്തു. ഇനി കാളിയമർദ്ദനം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ ഈ കാളിന്തി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗവത ഉപാസകന്മാരായി നമ്മുടെ ജീവിതത്തിൽ ഭാഗവതത്തിലൂടെ മാറ്റം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഭാഗവതത്തെ സ്വീകരിക്കുമോ? ഭഗവാന്റെ കഥ എന്ന നിലയിൽ കേൾക്കാൻ രസമുള്ളതായിട്ടും ഭാഗവതത്തെ സ്വീകരിക്കാം. മനസ്സിലായില്ലേ? ഇനി ഭാഗവതത്തിൻ്റെ ജ്ഞാനം കൊണ്ട് എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാനാണ് ഞാൻ ഭാഗവതത്തെ ആശ്രയിക്കുന്നുള്ള നിലയിലെടുത്ത് ഭാഗവതമാകുന്ന ജ്ഞാനത്തിൻ്റെ അഗ്നിയിലൂടെ നമ്മുടെ ജീവിതത്തെ കടത്തിവിട്ടും ശുദ്ധീകരിക്കാം. ഇത് രണ്ട് തരമുണ്ട്. അപ്പോൾ കേൾക്കുന്നതിന് രസവുമുണ്ട്, ശുദ്ധീകരിക്കലുണ്ട്. രണ്ട് പ്രക്രിയയാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഭാഗവതം ഉത്തമ ഭാഗത്തിൽ നമ്മുടെ ജീവിതത്തിന് സ്വാധീനിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കാളിയമർദ്ദനം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, കാളിന്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. മനസ്സിലായില്ലേ? ഭഗവാനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ജീവൻ്റെ പ്രവാഹമാണ് കാളിന്തി. നമ്മളുമൊക്കെ ഭഗവാനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ജീവനായി കഴിഞ്ഞാൽ അല്ലേ, ഈ ജന്മം എന്തിനാ? ഭഗവാനെ നേടാനാണ്. ആ ഭഗവാനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ജീവനായി കഴിഞ്ഞാൽ ആ ജീവൻ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ പ്രവൃത്തി ചെയ്ത് ഓരോ ദിവസം ഇങ്ങനെ മുന്നോട്ട്. അതാണ് ഇവിടെ ഒഴുകുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒഴുകുന്ന
നമ്മുടെ ജീവൻ്റെ പ്രവാഹത്തിൽ 5 തലയോടുകൂടിയ ഒരു സർപ്പമുണ്ട്. പഞ്ച ഇന്ദ്രിയങ്ങൾ 5 ശിരസാണ്. പഞ്ച ഇന്ദ്രിയങ്ങളുടെ ഉടലെന്ന് പറയുന്നത് മനസ്സാണ് അല്ലേ? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, ഇതിലൂടെയുള്ള സുഖത്തെ അറിയുന്നതും ആനന്ദിക്കുന്നതും ഇതിലൂടെ ദുഃഖിപ്പിക്കുന്നതും ഒക്കെ ആരാ? ആത്മാവാണോ മനസ്സാണോ? ഉച്ചയ്ക്ക് കഴിച്ച അടപ്രഥമന് നാവിൻ്റെ രുചി അറിഞ്ഞപ്പോൾ കൊള്ളാം എന്ന് ഉറപ്പിച്ചത് ആരാ? നാവാണോ മനസ്സാണോ? മനസ്സാണ് ഉറപ്പിക്കുന്നത്. നാവ് രുചി അറിഞ്ഞ് മെസ്സേജ് കൊടുത്തതേ ഉള്ളൂ. നാവിന് സ്വന്തമായിട്ട് രുചിയുടെ ഗുണത്തെ അറിയാനുള്ള കഴിവൊന്നുമില്ല. മനസ്സുകൂടെ ചേർന്നാലേ ഉണ്ടാവുള്ളൂ. കണ്ണിന് സ്വന്തമായി കാഴ്ചയെ അറിയാനുള്ള അവസ്ഥയില്ല. ചിലർ കണ്ടിട്ടില്ലേ, കണ്ണ് തുറന്നിരിക്കുക യജ്ഞശാലയിലേക്ക് വന്ന് നമ്മൾ വിചാരിക്കും കൃഷ്ണനെ അങ്ങ് എടുത്ത് സ്വന്തമാക്കാനിരിക്കുകയെന്ന്. മനസ്സിലായില്ലേ? മുമ്പിൽ കൂടെ 10 പേര് നടന്നു പോയാൽ പോലും അറിയത്തില്ല. കാര്യം മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമ്മളങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, മനോരാജ്യം കാണുക എന്നൊക്കെ പറയത്തില്ലേ? അവരിവിടെ ഇരിക്കുന്നതേ ഉള്ളൂ അല്ലേ? പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ കണ്ണുറന്നിരിക്കുന്നവരെ കളിയാക്കി പറഞ്ഞതൊന്നും അല്ല കേട്ടോ. ഇനി അഥവാ അങ്ങനെ ഇരിക്കുകയാണെങ്കിലൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, തലയൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലരിവിടെ ഇരിക്കും ഇങ്ങനെ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്, ഇത്രയും ഡെസിബലിൽ ഇത്രയും സൗണ്ടിൽ ഈ ശബ്ദമൊക്കെ ഇത്രയും ഘോരമായി ഇതൊക്കെ വെച്ചിട്ട് യജ്ഞാചാര്യൻ ചോദിക്കുക, പറഞ്ഞത് കേട്ടോ? അയ്യോ എന്തുവാ പറഞ്ഞേ? എന്താ കാര്യം? കാത് വേറെ എവിടെയായിരുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ മനസ്സ് വീട്ടിൽ ചെന്നപ്പോൾ കാത് വീട്ടിൽ ചെന്നിട്ടുണ്ട് കൂടെ. മനസ്സ് വീട്ടിലെത്തിയാൽ അതിൻ്റെ കൂടെ കാത് കുത്തും. ഇപ്പം നിങ്ങളുടെ മുന്നിലൂടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ മാസം ഒരു കല്യാണം കൂടാൻ പോയി. ആ വീട്ടിൽ കല്യാണത്തിന് പോയ പെൺകുട്ടി അമ്പലത്തിൽ തൊഴുതാൻ വരിക നോക്കുക. ഈ പെൺകുട്ടിയെ കണ്ടു. മനസ്സ് കല്യാണത്തിന് പോയ ഓർമ്മയിലേക്ക് പോയി. അവിടുത്തെ കതിർമണ്ഡമൊക്കെ കണ്ടു. ഇങ്ങനെ നിന്നപ്പോഴാണ് അന്നത്തെ പായസം. നാവ് ആ രുചി തിരിച്ചു കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നോ ഇല്ലയോ? മനസ്സിലായോ? ഇനി ഇതിന് കണക്ഷനാണ്. ഈ മനസ്സിങ്ങനെയാണ് കണക്ട് ചെയ്ത് പോകും. അന്ന് കല്യാണത്തിന് പോയപ്പോഴാണ് എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച സിന്ധുവിനെ കണ്ടത്. ഇപ്പോൾ അവളങ്ങ് തടിച്ചു കൊഴുത്തിരിക്കുക. പണ്ട് ഈർക്കിൽ പോലെ ഇരുന്നതാണ്. അപ്പം ഈർക്കിൽ പോലെ ഇരുന്ന പ്രായം വരെ പോയി. കല്യാണ വീട്ടിൽ നിന്നും അവിടെ അപ്പുറത്ത് സ്കൂളിൽ പോയി. മനസ്സിലായില്ലേ? പോയില്ലേ? അവിടെ ചെന്നേക്കുമാണ് സിന്ധുവിൻ്റെ കൂട്ടുകാരെ ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോയി. അന്നേരമാണ് അവർ പണ്ട് ഇരട്ടപ്പേര് വിളിച്ചത് ഓർമ്മ വന്ന. ചെവി അവിടെ ചെന്നു. പണ്ട് എന്നെ വിളിച്ചു, എന്താ മുറിമൂക്കിന്ന് വിളിച്ചു. ആഹാ, അവൾ ശത്രുത വന്നു. ഇതൊക്കെ ഇങ്ങനെ കടന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ വിഷയവുമായി ബന്ധിപ്പിച്ച് വിഷയഗ്രാഹിയായി നിൽക്കുന്നത് ആരാ? മനസ്സാണ്. അല്ല കണ്ണുകൊണ്ട് മാത്രമല്ല കാണും. ഹരിനാമകീർത്തനം ഒന്ന് നല്ലതുപോലെ പഠിച്ചാൽ മതി, ഉത്തരം കിട്ടും. നമ്മളിതൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്, കേൾക്കുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടിലെ അമ്മമാർ ഇതൊക്കെ കേൾക്കുമായിരുന്നു അല്ലേ? കാരണം ഇപ്പോൾ ഹരിനാമകീർത്തനം കേൾക്കുന്നില്ല. കാര്യം എന്താ? രാവിലെ വെളുപ്പിലാണല്ലോ ഇത് ഇടുന്നത് ഹരിനാമകീർത്തനമൊക്കെ അമ്പലത്തിൽ. ഇപ്പം ഹരിനാമകീർത്തനം ഇടുന്ന അമ്പലങ്ങളും കുറഞ്ഞു. കാരണം അമ്പലക്കാർക്ക് പോലും അറിയില്ല ഇപ്പോൾ രാവിലെ എന്തിടണം ഉച്ചയ്ക്ക് എന്തിടണം എന്നൊന്നും അറിയത്തില്ല. അവരിപ്പോൾ കൂടിപ്പോയപ്പോൾ ഇപ്പോൾ വന്ന് എന്തെങ്കിലും ഒരു പാട്ടിടണം ഭഗവാന് വേണ്ടി എന്നുള്ള നിലയിടുന്നത്. ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനേ ആയിരുന്നു പണ്ട് കാലത്ത് പ്രഭാതങ്ങളിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ. റെക്കോർഡായിട്ടല്ല, ആൾക്കാർ വന്നിരുന്ന് തന്നെ ചെല്ലുന്ന രീതി ഉണ്ടായിരുന്നു പണ്ട്. കാരണം ഇത് രണ്ടും മലയാളത്തിലെ വേദങ്ങളെന്ന് പറയാൻ പറ്റും. ഹരിനാമകീർത്തനം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ ചുരുക്കമാണ്. മനസ്സിലായില്ലേ? ജ്ഞാനപ്പാന എന്ന് വെച്ചാൽ വേദസാരമാണ്, വേദാന്തമാണ് ജ്ഞാനപ്പാനയിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷെ ലളിതമായ വരികളാണെങ്കിൽ അർത്ഥം കൊണ്ട് വളരെ സമ്പുഷ്ടമാണ്. എല്ലാ ദിവസവും ഭാഗവതം കേൾക്കുക. എല്ലാ ദിവസവും വീടുകളിൽ ഭാഗവതം വായിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഭാഗവതം മുഴുവൻ വായിക്കാൻ അവർ കണ്ടെത്തി അവർക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഹരിനാമകീർത്തനം ചെല്ലിയാൽ മതി. എല്ലാ ദിവസവും 20 മിനിറ്റ് കൊണ്ട് തീരും. എല്ലാ ദിവസവും മുഴുവൻ ഭാഗവതം വായിച്ചതിൻ്റെ ആ പുണ്യം നമ്മുടെ ഗൃഹങ്ങളിൽ നിറയും. മനസ്സിലായോ? കാരണം ഇതൊക്കെ കേൾക്കണമെങ്കിൽ തന്നെ ഒന്ന് രാവിലെ എണീക്കണം. ഇപ്പോൾ രാവിലത്തെ എണീപ്പൊക്കെ എപ്പോഴാണ്? പണ്ട് നേരം വിളക്കുമ്പോൾ എഴുന്നേറ്റ് അല്ലേ, രാവിലെ എഴുന്നേറ്റ് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഒരു ശീലമായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണ് വല്ലതും ഉണ്ടോ? നേരം വിളക്കുമ്പോൾ മുറ്റം അടിക്കുക എന്നൊക്കെ പറയും ഇല്ലേ? ചിലരൊക്കെ പറയും. ഇപ്പോൾ രാവിലെ 7 മണി 8 മണിയൊക്കെ ആയിട്ടാണ് മുറ്റം അടിക്കുന്നത്. ഇപ്പോൾ അടിക്കാൻ മുറ്റവും ഇല്ല, ടൈലും കൂടെ ആയി. അവിടേക്ക് ഇല വീഴാതിരിക്കാൻ മരം എല്ലാം കോതി. എത്ര സന്തോഷ സുഖം. ഇപ്പം നമ്മളെല്ലാം സുഖത്തെയാണ് നോക്കുന്നത്. വെള്ളം കോരാതിരിക്കാൻ വേണ്ടി മോട്ടർ വെച്ചു, അരി ആട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ മിക്സി വെച്ചു, ഗ്രൈൻഡർ വെച്ചു, അരയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മിക്സി വെച്ചു. ഇനി വിറവ് പറക്കാനും കീറാനും ഒക്കെ മടി വന്നപ്പോൾ എന്ത് ചെയ്തു? ഗ്യാസാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട്
സർവ്വരോഗവും നമ്മൾ ഉള്ളിലുമാക്കി. ശരീരത്തിന് വ്യായാമം കിട്ടേണ്ടതെല്ലാം മാറ്റി വെച്ചിട്ട് അതെല്ലാം നിർത്തിവെച്ച് നമ്മൾ സർവ്വരോഗ സമ്പുഷ്ടമായ അവസ്ഥയിൽ ശരീരത്തെ ആക്കി തീർത്തു. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോൾ ചില പറയടാ ഇത് ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്താനാണല്ലോ ഇത് പറയണത്. അതല്ല, നിങ്ങളതിനകത്ത് ഏറ്റവും കൂടുതൽ അറിയണമെങ്കിൽ ഈ പണ്ട് കാലത്ത് ഈ 10 പ്രസവിച്ച അമ്മമാരെന്നൊക്കെ പറയുന്ന നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒരുമാതിരി ഈ കളിയാക്കുന്ന അവസ്ഥ. അങ്ങനെയല്ല, പണ്ടത്തെ അമ്മമാരങ്ങനെയാണ്. ഒരു കുടുംബത്തിന് കൂടുമ്പോൾ പരസ്പരം സഹായിക്കാൻ പരസ്പരം സഹോദരങ്ങളുടെ എണ്ണം കൂടുതലുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും വിഷാദ രോഗികളാവില്ല. ഒരാൾക്കൊരു ചെറിയ വിഷമം വന്നാൽ തന്നെ തിരിച്ചറിയാൻ വീട്ടിൽ തന്നെ അംഗങ്ങൾ കൂടുതലുണ്ട്. മനസ്സിലായില്ലേ? എപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളും മടിയിലേക്ക് അലസിലേക്ക് വരും. ഒരുമിച്ച് നിൽക്കാനുള്ളൊരു മനോബലമുണ്ട്. ഇപ്പോഴാണ് വീടുകളിൽ ആകെ ഞങ്ങളുടെ 2 ഞങ്ങൾക്കൊന്ന്. കുഞ്ഞാകെ അച്ഛനും അമ്മയും ജോലിക്ക് പോയാൽ കുഞ്ഞാകെ വീർപ്പ് മുട്ടിയിരിക്കും. അവൻ ഏതാണ്ട് വിഷാദ രോഗത്തിലാണ്. ഒരു ചെറിയ വിഷമം വന്നാൽ താങ്ങാനോ മനസ്സിനെ ഒന്ന് സ്വാധീനിക്കാനോ ഒരാളില്ല. ചെറിയ ദുഃഖം വന്നാൽ ചിലപ്പോൾ ഫാനകത്ത് കയറി ഊഞ്ഞാല് കെട്ടുന്നതൊക്കെ ആ അവസ്ഥയിലാണ്. ഇതൊക്കെ ഒരു അർത്ഥത്തിൽ പണ്ടത്തെ കുടുംബങ്ങൾ, പിന്നെ കൂട്ടുകുടുംബങ്ങളുമായിരുന്നു അല്ലേ? അവിടെ ജ്യേഷ്ഠാനിയന്മാരും അവരുടെ മക്കളും ഒക്കെ കൂടെ ചേർന്നുകൊണ്ടൊരു ആനന്ദം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ശരി, പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കി 10 പ്രസവിച്ച അമ്മമാരിൽ അന്നത്തെ കാലത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ അമ്മമാരിലെ മാതൃത്വത്തിന് സഹായകരമായ യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ള അമ്മമാരെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? പഴയ കാലഘട്ടത്തിൽ ഒരാൾ പോലും ഉണ്ടാവില്ല. ഇന്ന് 1 പ്രസവിച്ച് 2ാമത്തെ പ്രസവം കഴിയുമ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യേക്കോ? ശരിയല്ലേ? അത് കഴിഞ്ഞാൽ ഉടനെ പറയും ഇടുപ്പ് വലി, നടുവേദന, കാലുവേദന, പെടലി വേദന, ഇതൊക്കെ പറയും. എന്താ കാരണം? രാവിലെ നല്ലതുപോലെ കുനിഞ്ഞിന്ന് മുറ്റമടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അടിവയറിൻ്റെ ഭാഗത്ത് നല്ല വായുവിൻ്റെ മർദ്ദം ഉണ്ടാവും. ആ ഭാഗത്തെ പേശികൾ ബലപ്പെടും. ഒരു കാരണവശാലും യൂട്രസ് അത് മറ്റൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകില്ല. അതുപോലെ തന്നെയാണ് വെള്ളം കോരുമ്പം നല്ലതുപോലെയുള്ള ശ്വാസഗതി ഉണ്ടാവും. മനസ്സിലായി? വെള്ളം വലിച്ചു കോരുന്നതനുസരിച്ച് കൈ പൊക്കി വലിച്ചു കോരുമ്പോൾ നമ്മുടെ ലങ്സ് വികസിക്കും. അതിനനുസരിച്ചിട്ട് വായുവിൻ്റെ പ്രവാഹം ഉണ്ടാകും. വളരെ വലിയ വ്യായാമം പ്രക്രിയയാണ് ഒരർത്ഥത്തിൽ ഈ ജോലികളൊക്കെ. അരയ്ക്കുമ്പോഴും അതേ കണക്ക് തന്നെയാണ്. കൈയും പേശികൾ വികസിക്കും. അവർക്കൊന്നും ഈ പറയുന്ന രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? പണ്ട് നല്ലതുപോലെ തറയിലിരുന്നും അല്ലേ ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്ന അവസ്ഥയിലുണ്ടായിരുന്ന അമ്മമാർക്ക് കാലിന് വലിപ്പമില്ലായിരുന്നു, ഇടുപ്പ് വലിയില്ലായിരുന്നു, സയാട്രിക്ക പെയിനും ഇല്ലായിരുന്നു, അവർക്ക് സെർവിക്കൽ സ്പോണ്ടിലിസിസും ഇല്ലായിരുന്നു, അവർക്ക് ഡിസ്ക് പ്രോബ്ലമും ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അമ്മമാർക്ക് മാത്രമല്ല പുരുഷന്മാരും ഈ ജോലികളൊക്കെ പങ്കാളികളായിരുന്നു. അപ്പം ഇതെല്ലാം മാറി. അപ്പം അതുകൊണ്ട് നമ്മൾ രോഗത്തിന് മരുന്ന് വാങ്ങുന്ന യന്ത്രങ്ങളായി മാറ്റപ്പെട്ടു. ഇനി നമ്മളൊക്കെ രാവിലത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും രാവിലെ കുറേ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്ന കുറേ കർമ്മമുണ്ട്. ഒന്ന്, രാവിലെ തന്നെ എഴുന്നേൽക്കുക എന്ന് പറയുന്നൊരു ശീലം അല്ലേ? പണ്ടത്തെ കാലത്ത് ഏറ്റവും രാവിലെ ആ വീടിനെ ഉണർത്തുന്നവരാ വീട്ടിലെ അമ്മമാരാണ്. അമ്മമാർ നേരത്തെ എഴുന്നേക്കും. എഴുന്നേറ്റ് കുളി കഴിയാതെ അടുക്കളയിൽ കയറില്ലായിരുന്നു പണ്ട്. എന്താ കാരണം? 2 കാര്യമാണ്. ഭക്ഷണം ശുദ്ധമായ സാധനമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് ശരീരത്തിൻ്റെ ശുദ്ധിയും ഒരു പ്രധാനമാണ്. 2, അഗ്നിയെ സ്പർശിക്കേണ്ടി വരും, അഗ്നിയെ ദർശിക്കേണ്ടി വരും. അഗ്നി സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. അത് അടുപ്പിൽ കത്തിച്ചാലും ചിതയിൽ കത്തിച്ചാലും വിളക്കി കത്തിച്ചാലും അഗ്നിയെ സ്പർശിക്കുകയും അഗ്നിയെ ദർശിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാനെ വരവേൽക്കാൻ മനഃശുദ്ധി ഉണ്ടാണ്. അതിനാണ് രാവിലെ സ്നാനം കഴിക്കുക. പണ്ടത്തെ കാലത്ത് കുളിക്കാതെ ഒരൊറ്റ സ്ത്രീകളെ അടുക്കളയിൽ വീട്ടിലെ മുത്തശ്ശിമാർ കയറ്റില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ എങ്ങാനും ഒരു മുത്തശ്ശി ഉണ്ടെങ്കിൽ ആ മുത്തശ്ശി അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പിന്നെ മുത്തശ്ശി വീട് കാണത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ സ്വാതന്ത്ര്യം പണ്ടത്തെ കാലമല്ല ഇപ്പോൾ എന്നൊക്കെ പറയണേ. നല്ലതെന്താണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ് അല്ലേ? എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ ഗണപതി ഹോമം നടത്തുമായിരുന്നു. അമ്മമാരായിരുന്നു നടത്തിയിരുന്നത് ഗണപതി ഹോമം. നിങ്ങൾ ഗണപതി ഹോമം എന്ന് വിചാരിക്കുമ്പോൾ ഇതാണൊക്കെ കുണ്ടവടിക്ക് ചെയ്യുന്നതല്ല ഗണപതി ഹോമം. അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് അടുപ്പിൽ തീ കൊളുത്തുമ്പോൾ ഒരു തൊണ്ടോ ചിരട്ടയോ എടുത്ത് അതിൽ കർപ്പൂരമോ അല്ലെങ്കിൽ ഒരു വിളക്ക് തിരിയോ ഇട്ട് കത്തിച്ചിട്ടാണ്, അല്ലാതെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കലല്ല പരിപാടി. അപ്പോൾ ചോദിക്കും ഗ്യാസല്ലേ? ഗ്യാസാണെങ്കിൽ അതിൽ കത്തിച്ചോട്ടെ. പക്ഷേ ഇത് കത്തിക്കുന്ന സമയത്ത് അഗ്നിയെ വരവേൽക്കുമ്പോൾ ഗണപതി സ്തുതി ചൊല്ലിക്കൊണ്ട് ഭഗവാനെ എല്ലാ വിഘ്നങ്ങളുമില്ലാതെ ഐശ്വര്യം എൻ്റെ ഗൃഹത്തിൽ നിന്നുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ചിരട്ടയ്ക്കകത്തോ അല്ലെങ്കിൽ തൊണ്ടിനകത്തോ കർപ്പൂരം വെച്ച് ആ കർപ്പൂരത്തിൽ ദീപം കൊളുത്തി 2 കൈകളും കൊണ്ട് അടുപ്പിലേക്ക് വെക്കും. അല്ലാതെ കല ഒന്നും വെച്ചിട്ടല്ല തീ കത്തിക്കുന്നത്. ആദ്യം ഈ ദീപം അടുപ്പിലേക്ക് വെക്കും. അടുപ്പ് ശുദ്ധമാക്കും അതിന് മുമ്പ്.
എന്നിട്ട് ദീപം വെക്കും. അതിനുശേഷമാണ് വിറകുകൾ അടുത്തോട്ട് ചേർത്ത് വെച്ചിട്ട് കലമൊക്കെ വെക്കുന്ന പാത്രങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കൊണ്ട് ഗണപതി ഹോമം നടത്തുമായിരുന്നു. പിന്നെയോ പ്രഭാതത്തിൽ ഇവിടെ നമ്മൾ പറയും, അത് രാവിലെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലെന്ത് ചെയ്യും, മുറ്റമടിക്കൽ സമ്പ്രദായമൊക്കെ വേണമെന്ന് പറയും. ഇവിടെ ഒരു ചെറു കഥ നമ്മൊന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരേണ്ട ചില ആചരണങ്ങൾ ചില ആൾക്കാർ അതിനെ രസകരമായ കഥകളാക്കി ചമച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കഥ നമ്മളൊന്ന് ചിന്തിച്ചാൽ, ഒരിക്കൽ ഒരു വീട്ടിൽ നിന്നൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോവുകയാണ്. കല്യാണം കഴിഞ്ഞ് പോകുന്ന വേളയിൽ വീട്ടിലെ മുത്തശ്ശി ചില ഉപദേശങ്ങളൊക്കെ ഈ കുട്ടിക്ക് കൊടുത്തു. ജീവിതത്തിന് ചില ഉപദേശങ്ങൾ അനുഭവസ്ഥരിൽ നിന്ന് കിട്ടുന്നത് നല്ലതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഉപദേശമൊന്നും കൊടുക്കാറുമില്ല, മേടിക്കാറുമില്ല. അപ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പോയി. നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്. കല്യാണം കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നു. ആദ്യത്തെ ദിവസം രാത്രിയിൽ ആഹാരം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആഹാരം കഴിക്കാൻ എല്ലാവരും ഇരുന്നപ്പോൾ വീട്ടിലെ അമ്മ പെൺകുട്ടിയോട് പറഞ്ഞ്, മോളും കൂടി ഇരുന്നോ, ഇന്ന് വിളമ്പി കൊടുക്കേണ്ട, ആദ്യമായിട്ട് വന്ന ദിവസമാണല്ലോ, പിന്നീടൊക്കെ വിളമ്പം വീടൊക്കെ പരിചയപ്പെടുത്ത് മോളും കൂടി ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഈ പെൺകുട്ടി പറഞ്ഞ് ഇരുന്ന് കഴിക്കുന്നില്ല, നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് എടുത്തുകൊണ്ട് നിന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, ആദ്യത്തെ ദിവസം വീട് വിട്ടൊക്കെ വരുമ്പോൾ ഒരു ഭ്രമം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ചു. ഇത് കഴിഞ്ഞ് രാത്രിയായി, കിടക്കാൻ നേരമായി. ആ സമയമായപ്പോൾ പെൺകുട്ടിയോട് പറഞ്ഞ് കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ പെൺകുട്ടിയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ പെൺകുട്ടി ഒരു കസേര എടുത്തുകൊണ്ടാണ് മുറിയിലോട്ട് പോയത്. അപ്പം ഈ ഭർത്താവിൻ്റെ അമ്മ ചോദിച്ചു, എന്താ മോളെ? അതേ, കിടന്നുറങ്ങരുതെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയാണ്, കസേരയായിട്ടാണ് പോയത്. ഉറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നുറങ്ങാനായിട്ട് കസേരയായിട്ട് പോയി. അപ്പോഴും ഈ അമ്മ മകനടുത്ത് പറഞ്ഞ്, കുഴപ്പമില്ലടാ, അത് ആദ്യത്തെ ദിവസമൊക്കെ അല്ലേ പറഞ്ഞു, നമുക്ക് മാറി വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഇതൊന്നും ഭാവിക്കാതെ ആ വീട്ടിലെ അമ്മ രാവിലെ എഴുന്നേറ്റ് വന്നപ്പം മോളോട് പറഞ്ഞു, മോൾ ആ ചൂലെടുത്ത് മുറ്റമൊക്കെ നടിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, രാവിലെ മുറ്റം അടിക്കരുതെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലല്ലേ? പുലർച്ചെ മുറ്റം അടിക്കരുതെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഇവർക്കൊരു ഡൗട്ട് തോന്നി. എന്നാലും കുഴപ്പമില്ല, ഒന്ന് കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാൽ ഒന്ന് മനസ്സൊക്കെ ഒന്ന് തണുക്കുമല്ലോ, എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മാറ്റി കുളിക്കാൻ പറഞ്ഞു. കുളിക്കാൻ പോയപ്പോൾ അതിനേക്കാളും വലിയ രസം കസേര എടുത്തുകൊണ്ടാണ് കുളിക്കാനും പോകുന്നത്. സ്റ്റൂളുമായിട്ട് കുളിക്കാൻ മുറിയിൽ പോയി. എന്താ കാര്യം? നിന്നങ്ങ് കുളിക്കരുതെന്ന് ആര് പറഞ്ഞു? മുത്തശ്ശി പറയും. എല്ലാം മുത്തശ്ശിയുടെ പേരില പറയണേ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഒരുങ്ങാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ സാധാരണ വീട്ടിലുള്ളവരെല്ലാം ഈ കസേരയിൽ ഇരുന്നിട്ട് അവർ ഒരുങ്ങുന്നതിൻ്റെ നേർക്കാണ് കണ്ണാടി സ്ഥാപിച്ചുള്ളത്. ഈ പെൺകുട്ടി വന്ന ഉടനെ ഒരുങ്ങാൻ വന്നപ്പോൾ കണ്ണാടി താഴെയാണുള്ളത്. അപ്പോൾ നിന്നുകൊണ്ട് ഒരുങ്ങണം. അതുകൊണ്ട് കണ്ണാടി ഇളക്കി ആണിയൊക്കെ ആയിട്ട് ചുറ്റിലായിട്ട് മേളിൽ കയറി അടിച്ചുറപ്പിച്ച് കണ്ണാടി പൊക്കി വെച്ചു. അപ്പോൾ അമ്മ നോക്കി, എന്താ അവിടെയും മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, എന്താ ഇരുന്നങ്ങ് ഒരുങ്ങരുത്. ഇതൊക്കെ കേട്ടു. അപ്പോഴേ ഇവർ തീരുമാനിച്ചു, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, വളരെ വേഗത്തിൽ തിരിച്ചു കൊണ്ടാക്കാം. അങ്ങനെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി, കല്യാണം ഉറപ്പിച്ചവരെ, നാട്ടുകാരെയും കുടുംബക്കാരെയും സമുദായക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, ഈ പെൺകുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, മാനസിക രോഗം ഉണ്ട്, അതുകൊണ്ട് ഇനി തോന ദിവസം ഇവിടെ നിർത്തി പരീക്ഷണം നടത്തണ്ട, ഇവിടെ അവിടെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഈ വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചേർന്ന് തിരിച്ചു കൊണ്ടാക്കാം. അങ്ങനെയാണല്ലോ, ഈ നല്ലതിന് ചേരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കൂടുതൽ ചേരുന്ന എന്തിനായിരിക്കും? മോശപ്പെട്ട കാര്യം വന്നാൽ അവിടെയാണ് ആളിൻ്റെ എണ്ണം കൂടുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് ഈ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടി പോവാം. അങ്ങനെ തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് ആദ്യമേ വീട്ടുകാരൊക്കെ ഇറങ്ങി ചെന്ന് ആ വീട്ടിലെ ഈ പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടൊക്കെ ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്താ ചെയ്തത്? മാനസിക രോഗമുള്ള പെണ്ണിനെയാണോ ഞങ്ങൾ കല്യാണം കഴിച്ചതെന്ന് നിങ്ങൾ ഇത്രയും ചതി ചെയ്തായിരുന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നല്ലപോലെ പഠിച്ച് നല്ലതുപോലെ വിദ്യാഭ്യാസമുള്ള മിടുക്കിയായി നിങ്ങളീ പറഞ്ഞ ഒരു പ്രവൃത്തി അവൾ ഇവിടെ വെച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കെന്തോ തെറ്റിദ്ധാരണ, നിങ്ങൾ അവിടെ വെച്ച് എന്തോ സംഭവിച്ചിട്ട് നിങ്ങളെന്തോ അപകടത്തിൽ ഞങ്ങളെ കുഞ്ഞിനെ പെടുത്തിയിട്ട് വന്ന് പറയുകയാണെന്നൊക്കെ പറഞ്ഞു. ഇവർ തമ്മിൽ തർക്കമായി. അപ്പോഴാണ് ഇതിൽ ഒരാൾ പറഞ്ഞു, എന്തായാലും അവളെ വിളിച്ചു നിർത്തി തന്നെ ചോദിക്കുക. അങ്ങനെ പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, വിളിച്ചിറക്കി, വണ്ടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു, എന്താ നീ ചെയ്തത്? ഇതൊക്കെ നീ ചെയ്തോ? എന്താ? ഒന്ന് നീ ഇരുന്നുണ്ണാതെ നിന്നുണ്ടോ? ഉണ്ട്. കിടന്നുറങ്ങാൻ നേരത്ത് കസേരയായിട്ട് പോയോ? ആ പോയി. അതേ കണക്ക് രാവിലെ മുറ്റമടിക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ നേരത്ത് സ്റ്റൂളുമായിട്ട് പോയി, ഇരുന്ന് കുളിക്കാൻ വേണ്ടി. ആ പോയി. പെൺകുട്ടി ഇതെല്ലാം ഏറ്റു. അപ്പോഴത്തേക്ക് പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർക്കൊന്നും മിണ്ടാൻ വയ്യ. ഇതൊക്കെ നീ ആര് പറഞ്ഞിട്ടാണ് ചെയ്ത്? ഇത്രയും നാൾ നീ ഇതിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ പിന്നെ കുറ്റക്കാരി ആരായി? മുത്തശ്ശിയായി. ഇന്നങ്ങനെ കാണാനുള്ള മുത്തശ്ശി ഉണ്ടെങ്കിൽ അപ്പോഴേ ഗോളാവും അല്ലേ? നമ്മൾ ഓടിച്ചെന്ന് ഇവിടെ സ്വന്തം അമ്മയെക്കുറിച്ച് ബോധമുള്ളതുകൊണ്ട് മകനൊന്നും പറഞ്ഞില്ല, മുത്തശ്ശിയെ വിളിപ്പിച്ചു.
മുത്തശ്ശിയോട് ചോദിച്ചു, എന്താ ഈ പറഞ്ഞത്? മുത്തശ്ശി പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ വിവാഹ സമയത്ത് എനിക്ക് തന്ന ഉപദേശം ഞാൻ അവൾക്ക് കൊടുത്തു. ആ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ആർക്കില്ലാതെ പോയി? നിൻ്റെ കൊച്ചിനില്ലാതെ പോയി. അതിനുള്ള വിദ്യാഭ്യാസം നീ കൊടുത്തില്ല. നീ കുറേ സയൻസും പഠിപ്പിച്ചു, കണക്കും പഠിപ്പിച്ചു, കുറേ ഭാഷയും പഠിപ്പിച്ചു. അതിനപ്പുറത്തേക്ക് സ്വന്തം ബുദ്ധി കൊണ്ട് പറയുന്നതും കേൾക്കുന്നതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിൻ്റെ കുഞ്ഞിനില്ലാതെ പോയി. അതിന് എൻ്റെ കുഴപ്പമാണ്. മുത്തശ്ശി തിരിച്ചു ചോദിച്ചു. അപ്പോഴാണ് ഇത് ഓരോന്നിനെ എടുത്ത് ചർച്ച ചെയ്ത് തുടങ്ങി. എന്താ പറഞ്ഞത്? ഇരുന്നങ്ങ് കഴിക്കരുത്. മുത്തശ്ശി പറഞ്ഞത് കറക്റ്റാണ്. ഇരുന്നങ്ങ് കഴിച്ചാൽ എന്തുണ്ടാകും? കുടുംബം വെളുത്തു. ചില ആൾക്കാർക്കൊരു ശീലം ഉണ്ടല്ലോ, ഇരുന്നങ്ങ് കഴിക്കുക. ആ വാക്കൊന്ന് വിഗ്രഹിച്ച് മനസ്സിലാക്കണം. ഇരുന്ന് കഴിക്കരുതെന്നല്ല പറഞ്ഞത്, ഇരുന്നങ്ങ് കഴിക്കരുത്. ചില ആൾക്കാർ ജീവിതത്തിൽ മുഴുവൻ കഴിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവർ. അങ്ങോട്ട് പോയാലും എന്തെങ്കിലും എടുത്തിടും, ഇങ്ങോട്ട് പോയാലും എന്തെങ്കിലും എടുത്തിടും. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ രോഗകാരണവും ആവും. മനസ്സിലായില്ലേ? അപ്പോൾ ആവശ്യത്തിന് ഹിതവും മിതവുമായി ആവശ്യത്തിനുള്ള സമയങ്ങളിൽ മാത്രമാണ് എന്ത് കഴിക്കേണ്ടത്? ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ അതാണ് കാരണം. വരവിനേക്കാൾ കൂടുതൽ തിന്നു മുടിച്ചാൽ പട്ടിണിയാവും. അതാണ് പറഞ്ഞത്. സമ്പത്തിനെ സൂക്ഷിക്കണം എന്ന് പറയുന്ന അർത്ഥമാണ് ആദ്യത്തെ ഉപദേശം കൂടി. ജീവിക്കാൻ ആവശ്യമായ സമ്പത്താണല്ലോ ഭക്ഷണമാക്കി മാറ്റുന്നത്. അപ്പോൾ രണ്ടാമത്തത് ചോദിച്ചു, പിന്നെ കിടന്നങ്ങ് ഉറങ്ങരുതെന്ന് പറഞ്ഞതോ? ആ കിടന്നങ്ങ് ഉറങ്ങരുത്, ഉറക്കം വരുമ്പോഴേ കിടക്കാവൂ. ചിലർ കണ്ടിട്ടില്ലേ, വെറുതെ വന്നിട്ട് പറയും വെറുതെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. മനസ്സിലായില്ലേ? ഒരു പണിയും ചെയ്യത്തില്ല അവർ വീട്. ആ വീട് ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പം ഉറക്കം വരുന്ന സമയത്ത് മാത്രം വിശ്രമം ആവശ്യമുള്ളപ്പോൾ മാത്രമേ എന്താവൂ? വിശ്രമമാവുള്ളൂ. അല്ലാതെ എപ്പോഴും കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് പറഞ്ഞത് കിടന്ന് അങ്ങ് ഉറങ്ങരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് ചോദിച്ചു, പുലർച്ചെ മുറ്റോടിക്കുന്നത്. പുലർച്ചെയല്ല മുറ്റോടിക്കേണ്ടത്, പുലരുന്നതിന് മുമ്പേ മുറ്റോടിക്കണം. കാര്യം പുലർച്ചെ വരുന്നത് സൂര്യനാണ് അല്ലേ? സൂര്യൻ വരുന്നതിനല്ലേ പുലർച്ചെ എന്ന് പറയണത്. മുറ്റോടിക്കുന്നതിനാ? മുറ്റത്ത് കിടക്കുന്ന കരിയിലേയും ചപ്പും ചവറും പോകാനല്ല മുറ്റോടിക്കുന്നത്. അയലത്തുകാരൻ വരുമ്പോൾ അയാൾക്ക് മുറ്റം നോക്കുമ്പോൾ വൃത്തിയുള്ള വീടാണെന്ന് കാണാനല്ല മുറ്റോടിക്കുന്നത്. സാക്ഷാൽ സൂര്യഭഗവാനെ വരവേൽക്കാനാണ്. സൂര്യഭഗവാന്റെ കിരണങ്ങൾ നമ്മുടെ മുറ്റത്ത് പതിക്കുമ്പോൾ പ്രത്യക്ഷ ഈശ്വരൻ വരുന്ന സമയത്ത് ഈശ്വരനെ സ്വീകരിക്കാൻ, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വീടിനെ തയ്യാറാക്കുന്നതാണ് മുറ്റം. തൂത്ത് വൃത്തിയാക്കി അതിനുശേഷം അവിടെ വെള്ളം തളിക്കും. പണ്ടത്തെ കാലത്ത് തൂക്കൽ മാത്രമല്ല, വെള്ളം തളിച്ചിടും, വെള്ളം കുടയും. അത് കഴിഞ്ഞാലോ ആ വീട്ടിൻ്റെ മുറ്റത്തൊരു ചെറിയ പൂക്കളം തീർക്കും. കുറച്ച് പൂവാണെങ്കിൽ പോലും പിച്ചി ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വെക്കും. അല്ലാതെ ഓണത്തിന് മാത്രം പൂക്കളം ഇടുന്നില്ല. ഇപ്പോൾ ഓണത്തിൻ്റെ പൂക്കളം വളരെ രസകരമാണ്. ഈ കഴിഞ്ഞ വർഷം ഓണത്തിന് ഇവിടെ കൊല്ലത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനും മോളും കൂടി കയ്യിൽ 2 റീത്തുമായിട്ട് പോകുന്നുണ്ട് ഈ റൗണ്ടിൽ. ഇവർ ബൈക്കിലാണ് പോകുന്നത്. കണ്ടപ്പോൾ ഫോൺ എടുത്ത് വെച്ച് ഇവരെ വിളിച്ചു. ആര് മരിച്ചു എന്നൊന്നും അറിയണമല്ലോ, അടുപ്പമുള്ളവരാണ്. എന്നെ കണ്ടില്ല, ഞാൻ അവരെ കണ്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ആരാ മരിച്ചത്? കാര്യം പരിചയമുള്ളതാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് പോകണമല്ലോ എന്ന് വെച്ചിട്ട് ചോദിച്ചു, ആര് മരിച്ച്? ഞാൻ പറഞ്ഞു, നിങ്ങളും മോളും കൂടെ റീത്തും കൊണ്ട് പോകുന്നുണ്ട്. അയ്യോ അത് റീത്തല്ല കേട്ടോ, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടുന്ന പൂക്കളമാണ്, റൗണ്ടായിട്ട്. മനസ്സിലായില്ലേ? ഇതാകുമ്പോൾ എല്ലാ ദിവസവും എടുത്ത് വെച്ചാൽ മതി മുറ്റത്തോട്ട്, വൈകിട്ടെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ പൂക്കളത്തിൻ്റെ അവസ്ഥ അങ്ങനെയായി. ഇവിടെയാണ് എല്ലാ ദിവസവും പൂടും, ഭഗവാന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്. ആ സൂര്യഭഗവാന് വരവേ. അപ്പോൾ പുലർച്ചെയല്ല മുറ്റോടിക്കേണ്ടത്, പുലരും മുമ്പേ മുറ്റോടിക്കണം. ഇനി സൂര്യഭഗവാൻ വന്നിട്ട് സൂര്യഭഗവാന്റെ കാലിനിട്ടടിക്കുന്നത് ശരിയാണോ ചൂലുമായിട്ട്? നമ്മളെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ അതിഥി വരുന്നതിന് മുമ്പല്ലേ തൂക്കുന്നത്? അതോ അതിഥി വന്ന് പെരയ്ക്കകത്ത് കയറിയിരിക്കുമ്പം ചൂലുമായിട്ട് വന്നിട്ട് കാലൊന്ന് പൊക്കെ ഞാനിവിടെ തൂക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കുമോ? അപ്പോൾ അതാണ് പുലർച്ചയ്ക്ക് മുമ്പ് മുറ്റോടിക്കണം. അവിടെയാണ് സൂര്യഭഗവാനെ വരവേൽക്കുന്ന. പ്രത്യക്ഷ ഈശ്വര സ്വരൂപമാണ് സൂര്യൻ. സാക്ഷാൽ വിഷ്ണു തന്നെയാണ് സൂര്യനാവുന്നത്. അതുകൊണ്ടാണ് വിഷ്ണു സൂര്യകഥാകഥനം എന്ന് പറയുന്ന ഒരു ഭാഗം ഭാഗവത്തിൻ്റെ ഏറ്റവും അവസാനം വരുന്നുണ്ട്. ഭാഗവതം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, സൂര്യനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്, സൂര്യവിഭൂതി വർണ്ണനയായിട്ട്. ആ സമയത്ത് പറയുന്നുണ്ട് എല്ലാ സൂര്യന്മാരും സാക്ഷാൽ വിഷ്ണുവാണ്. അതുകൊണ്ടാണ് ആ പറഞ്ഞത് പുലർച്ചെയല്ല മുറ്റോടിക്കേണ്ടത്. പിന്നെ അടുത്ത കാര്യം എന്താ? അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയാണല്ലോ പ്രശ്നം വന്നത്. നിന്നങ്ങ് കുളിക്കരുത്, ആവശ്യത്തിനുള്ള കുളിയാവോ. കാരണം കൂടുതൽ സമയമെടുത്ത് ദേഹാഭിമാന ബോധം നോക്കി കുളിക്കുന്ന ആൾക്കാർ എപ്പോഴും ദേഹാഭിമാന ബോധമുള്ളവരാണ്. ശരീരത്തിൻ്റെ മാലിന്യം കളയാൻ വേണ്ടിയിട്ടൊക്കെ ആവാം. ഇപ്പോൾ ചില ആൾക്കാർ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ 4 സിനിമാ പാട്ടും പാടിയിട്ടൊക്കെ പുറത്തിറങ്ങത്തുള്ളൂ. അത്രയും സമയം വെറുതെ നിന്ന് കുളിക്കും. എത്ര തേച്ചാലും ശരീരത്തിന് പുറമേ പോകുന്നതിനേക്കാൾ അഴുക്ക് അകത്താണ് പോകേണ്ടതെന്നുള്ള ബോധമില്ലാതെ ശരീരത്തെ മാത്രം മിനുക്കുന്ന ദേഹാഭിമാന ബോധത്തിൽ പെടരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആവശ്യത്തിനുള്ള കുളി. നിന്നങ്ങ് കുളിക്കരുത്, അല്ല കസേരയിട്ടിരുന്ന് കുളിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെയോ ഇരുന്നങ്ങ് ഒരുങ്ങരുത്. ചില ആൾക്കാരുടെ മേക്കപ്പ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇല്ലേ? എത്ര സമയമെടുത്താൽ. കാരണം ഇതൊക്കെ ദേഹാഭിമാനത്തെ ഞാനെന്ന ഭാവത്തെ പറയും. അതും പാടില്ല. ആവശ്യത്തിനുള്ള, കാരണം യഥാർത്ഥ സൗന്ദര്യം നമ്മൾ ഒരുക്കേണ്ടത് ബാഹ്യമായ പൊട്ടുതൊടിയിലും ചാന്തുതൊടിയിലും
അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കുറി തൊടുന്നതിനകത്തും അല്ല. യഥാർത്ഥ സൗന്ദര്യം ഒതുക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ സ്വഭാവത്തിലാണ്. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇരുന്നങ്ങ് ഒരുങ്ങരുതെന്ന് പറഞ്ഞത്. ഇപ്പം മുത്തശ്ശി കൊടുത്ത ഉപദേശത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി താൻ ചെയ്തതല്ല മുത്തശ്ശി പറഞ്ഞതെന്നും വളരെ സന്തോഷത്തോടുകൂടി അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള ചില ജീവിതാനുഭവങ്ങളും ജീവിതജ്ഞാനങ്ങളും നേടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട്. ഇവിടെ പറഞ്ഞു വന്നത് നമ്മൾ കാളന്തിയിൽ നിന്നാണ് ഇവിടം വരെ പോയത് അല്ലേ? ഇവിടെ നമ്മുടെ ജീവിതമാകുന്ന ജീവൻ്റെ പ്രയാണമാണ് കാളന്തി എന്ന് പറഞ്ഞു. അതിൽ മനസ്സാണ് ഇവിടെ ആരായിട്ട് വന്നത്? ഇവിടെ ആ സർപ്പത്തിൻ്റെ ഉടലായി പഞ്ച ഇന്ദ്രിയങ്ങളാണ് അതിൻ്റെ ശിരസായി മാറുന്നത്. അതാണ് 5 ശിരസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ പത്നിമാരായിട്ട് ആരൊക്കെ ഉണ്ടാവും? രാഗവും ദേഷ്യവും ഉണ്ടാവും. രാഗദേശങ്ങൾ എപ്പോഴും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വികാരങ്ങളാണ്. അതാണ് പത്നിമാരെന്ന് പറഞ്ഞത്. പത്നി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് മാത്രമല്ല, ഒരു വ്യക്തിയിൽ ചേർന്ന് നിൽക്കുന്ന ഭാവങ്ങളെ, സ്വഭാവത്തെ പത്നി എന്ന സങ്കല്പം എന്ന അർത്ഥത്തിലും എടുക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ വസിക്കുന്നത്. ഇവിടെ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയമായതുകൊണ്ടാണത് വിഷത്തിന് തുല്യമായി മാറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജീവിതം എപ്പോഴും വിഷത്തെ വഹിക്കുന്നതാവും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ആ പഞ്ചഭണങ്ങൾക്ക് മുകളിലായിട്ട് ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ നടനമാടിക്കൊണ്ട് ആ ഇന്ദ്രിയങ്ങളുടെ സുഖം ആസ്വദിക്കുന്ന മനസ്സിനെ നിയന്ത്രിച്ചു. അതാണ് കാളിയ നടനം. മനോനിയന്ത്രണത്തെയാണ് കാളിയ നടനം എന്ന് പഠിപ്പിക്കുന്നത്. ഈശ്വര ആരാധനയ്ക്ക് നമുക്ക് വേണ്ട ഒരു വലിയ ഗുണമാണേത്? ഇന്ദ്രിയ നിയന്ത്രണം. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും അല്ലേ? കാണേണ്ടാത്തത് കാണാതിരിക്കാനും കേൾക്കേണ്ടാത്തത് കേൾക്കാതിരിക്കാനും ഒക്കെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്ദ്രിയങ്ങൾ നമ്മളെ പലതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തെ നാശമാക്കി. അങ്ങനെ വലിച്ചിഴയ്ക്കുന്നതാണ് വിഷമായി മാറുന്നത്. ഇവിടെ ആ ഭഗവാന്റെ പാദമുദ്രകൾ എപ്പോഴും എവിടെ ഉണ്ടാവണം? ഇന്ദ്രിയങ്ങൾക്ക് മുകളിലുണ്ടാവണം. അതായത് ഭഗവാന്റെ പാദമുദ്ര ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ പതിച്ച കണ്ണിനും കൂടെ നല്ലത് മാത്രം കാണാൻ വേണ്ടി ഉള്ള ബോധം വരുമ്പോൾ അവിടെ ഭഗവാന്റെ പാദമുദ്ര വന്നു. നല്ലത് കേൾക്കാനുള്ള താല്പര്യം വന്നോ ഭഗവാന്റെ പാദമുദ്ര വന്നു. മനസ്സിലാവുന്നുണ്ടോ? നല്ലത് രുചിക്കാനുള്ളത് വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദമുദ്ര വന്നു. അങ്ങനെ ഭഗവാന്റെ പാദമുദ്രകളാൽ അലങ്കൃതമായാൽ ഭഗവാന്റെ വാഹനം പോലും സുഹൃത്തായി മാറും. ഗരുഡൻ സുഹൃത്തായി മാറും. ഇപ്രകാരമാണ് അവിടെ ഉദ്ധരിക്കുന്നത്. ഇവിടെയാണ് ഹരിനാമകീർത്തനത്തിൽ ഇതുണ്ട് എന്ന് പറഞ്ഞത്. എവിടെയാണ് ഹരിനാമകീർത്തനത്തിൽ മനസ്സിൻ്റെ ഈ ഭാവത്തെക്കുറിച്ച് പറയുന്നത്? അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്. മനസ്സിലല്ലേ? കണ്ണുകൊണ്ട് മാത്രം കാണാൻ പറ്റില്ല. ഇവിടെ കണ്ണെന്ന് പറയുന്നത് ഈ കണ്ണിനെ മാത്രമല്ല, ഇന്ദ്രിയങ്ങളെ മുഴുവൻ കണ്ണെന്നാണ് എടുക്കുന്നത്. അറിയാൻ ഉപയോഗിക്കുന്ന അവയവങ്ങളെല്ലാം കണ്ണെന്ന അർത്ഥത്തിലാണ്. അവിടെ നാവിനെയും കണ്ണെന്ന അർത്ഥത്തിലാണ് നമ്മൾ വേദാന്തത്തിലേക്ക് അറിവിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ. മനസ്സിലായില്ലേ? ആ പൊരുളില്ലെങ്കിൽ മനസ്സ് ചലിക്കുമോ? ജീവനില്ലെങ്കിൽ മനസ്സുണ്ടോ? ഉണ്ടോ? മനസ്സിൻ്റെ ചലനം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബലമുണ്ടോ? ജീവൻ നഷ്ടപ്പെട്ടാൽ മനസ്സ് നിശ്ചലമായി, മനസ്സില്ലാണ്ടായി. മനസ്സും ഇല്ലാണ്ടായി ജീവനും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ കണ്ണുണ്ടത് കൊണ്ട് ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? നാവുകൊണ്ട് രുചിക്കാൻ പറ്റുമോ? പറ്റില്ല. ജഡാവസ്ഥയായി. അപ്പം നാവിനെയും കണ്ണിനെയും ഒക്കെ അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനത്തിൽ നിലനിർത്തുന്നത് ആരാ? മനസ്സാണ്. ആ മനസ്സിനെ നിലനിർത്തി വർദ്ധിപ്പിക്കുന്ന ആരാണ്? ജീവനാണ്. ഈ അർത്ഥത്തിലാണ് കാളിയ നടനം നടക്കുന്നത്. കാരണം ഇന്ദ്രിയ നിയന്ത്രണത്തിലാണ് കാളിയ നടനം വെച്ചാൽ എന്താ? അവിടെ കംസനിലേക്കുള്ള യാത്രയാണ്. ദേഹാഭിമാനത്തിലെ പ്രകടമായതാണ് ഇന്ദ്രിയ നിയന്ത്രണമില്ലായ്മ. അപ്പോൾ ദേഹാഭിമാന ബോധം ഇല്ലാതാക്കണമെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം ഒരു പ്രധാന പടിയാണ്. അതാണ് കാളിയമർദ്ദനം ഒരു ടേണിംഗ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞത്. ആ കാളിയമർദ്ദനം കഴിഞ്ഞിട്ട് തൊട്ടുപുറവിൽ ഭഗവാന് ഇവിടം വിട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? വസ്ത്രാപകരണത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, എല്ലാവരും കുളിക്കുവാൻ വേണ്ടിയിട്ട് യമുനാ നദി തീരത്തെത്തി. ആ യമുനാ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ വന്ന് ഗോപികമാരുടെ മുഴുവൻ വസ്ത്രവും എടുത്തുകൊണ്ട് മരത്തിൻ്റെ മണ്ടയിൽ കയറി മറഞ്ഞിരുന്നു. കുളി കഴിഞ്ഞ ഗോപികമാർ കരയിൽ കയറാൻ വേണ്ടി ആയിരക്കണക്കിന് ഗോപികമാരുണ്ട്. എല്ലാവരും നോക്കുമ്പോൾ ഒരു വസ്ത്രം പോലും ഇല്ല. ഇവരെല്ലാവരും ഒരു നൂലില പോലും ഇല്ലാതെ എല്ലാം അഴിച്ചു വെച്ചിട്ടാണ് കുളിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക? ഏറ്റവും വലിയ പ്രതിസന്ധിയല്ലേ? വീടിനടുത്താണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടിക്കയറി വീട്ടിൽ ചെല്ലാൻ നോക്കാം. അതങ്ങനെയല്ല. വീട്ടുകാരോടൊന്നും പറയാതെയാണ് ഈ കുളിക്കാൻ വന്നത്. അതുകൊണ്ടൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആൾക്കാർ തിരക്കി വരും. ഓരോ ആൾക്കാരെ തിരക്കി വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കാണാൻ വരുന്ന ആൾക്കാർ, അവർ വേറൊരാളിനെ കാണുമ്പോൾ അത് നാട്ടുകാരനാണ് അല്ലേ? അടുത്ത ആൾ. അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഏകദേശം ഈ സ്ഥലത്തേക്ക് തിരക്കി വരാം. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടുകാരെ മുഴുവൻ മുമ്പിൽ ആരായി മാറും? അപമാനിതരായി മാറും.
ഗോപികമാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഏതെങ്കിലും ഒരാൾക്ക് വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ അവരോട് പറയാമായിരുന്നു പോയി ബാക്കിയുള്ളവർക്ക് വസ്ത്രം എടുത്തുകൊണ്ട് വരാൻ. ഒരാൾക്ക് പോലും വസ്ത്രമില്ല. അങ്ങനെ ഇവർ കുളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോപികമാർ പറഞ്ഞു സമയം പോയി, ഇനി വീട്ടിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ തിരക്കി വരും, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കയറാമെന്ന് പറഞ്ഞ് കയറാൻ നേരത്താണ് ഈ അപകടം കണ്ടത്. തുണിയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഈ ആദ്യമേ കയറിയ ഗോപിക നിലയും വിളിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് ചാടി, അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചാടി. എല്ലാവരും ചോദിച്ചു എന്താ കാര്യം? അതെ, നമ്മുടെ തുണി കാണാനില്ല. കാറ്റത്തെങ്ങാനും ഇനി പറന്നുപോയെന്നറിയാൻ വേണ്ടി തലയൊക്കെ പൊക്കി നോക്കി, അവിടെ എങ്ങും കാണുന്നില്ല. ഇനി ആരെടുത്തോണ്ട് പോകാൻ ആരും വന്നതായിട്ട് പോലും കണ്ടിട്ടില്ല. അങ്ങനെ വളരെ ഭ്രമിച്ച് ഭയത്തോടു കൂടി എന്താ ചെയ്യണമെന്നറിയാതെ ഗോപികമാർ വളരെ ദുഃഖത്തോടു കൂടി നോക്കുമ്പോഴാണ് ഒരു ഗോപിക പെട്ടെന്ന് പറഞ്ഞത്, ദേ കണ്ടില്ലേ ആ മുകളിൽ ആ കള്ളൻ്റെ പരിപാടിയാണ്. മനസ്സിലല്ലേ? ഇവിടെ ഗോപികമാരെ മുമ്പിൽ കൃഷ്ണൻ എപ്പോഴും കള്ളനാണ് പല അർത്ഥത്തിൽ പറയുമ്പോൾ. പക്ഷെ അതൊന്നും കളവല്ല എന്നുള്ളത് നമ്മൾ മധ്യാഹ്ന സമയത്ത് മനസ്സിലാക്കിയതാണ്. പക്ഷെ എങ്കിലും തുണിയെടുത്തത് കൊണ്ട് എന്ത് ചെയ്തു? അന്നേരവും പ്രത്യക്ഷാരോപണത്തിൽ കള്ളനാണ്. എന്താ കാരണം? ഈ തുണിക്കെട്ടിൻ്റെ മുകളിൽ, മരത്തിൻ്റെ മണ്ടയിൽ തുണിക്കെട്ട് കണ്ടു, തുണിക്കെട്ടിൻ്റെ മുകളിൽ ഒരു മൈപ്പീലി കണ്ടു, തുണിക്കെട്ടിൻ്റെ അടിഭാഗത്തോടെ ഒരു കാലിൻ്റെ പാദത്തിൻ്റെ തുമ്പും കണ്ടു. ഗോപികമാർക്ക് ഭഗവാന്റെ നിഴല് കണ്ടാൽ തിരിച്ചറിയാം. മനസ്സിലല്ലേ? മൊത്തത്തിൽ ആളിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഗോപികമാർ അത്ര സൂക്ഷ്മമായി ആരെ പഠിച്ചിട്ടുണ്ട്? ഭഗവാനെ പഠിച്ചിട്ടുണ്ട്. ഭഗവാന്റെ രൂപത്തിൻ്റെ, ഭഗവാന്റെ നിഴല് കണ്ടാൽ പോലും ഗോപികമാർക്കറിയാം. ഭഗവാൻ നടന്നു വന്നാൽ വളരെ ദൂരത്ത് നിന്ന് പോലും ഗോപികമാർക്ക് അറിയാൻ പറ്റും. അത്ര കണ്ട് മനസ്സ് ഭഗവാനിലേക്കാണ് ഗോപികമാരുടെ നിൽക്കുന്നത്. അത് സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. അവർ പറഞ്ഞു, കൃഷ്ണ ഞങ്ങൾ കണ്ടു. ഭഗവാൻ പറഞ്ഞു, കണ്ടതിന് ഞാനെന്താ വേണം? അല്ല, ഞങ്ങളെ തുണി എടുത്തുകൊണ്ട് പോയത് കണ്ടു. അത് നടന്ന സംഭവം തന്നെയല്ലേ? ആ തുണി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ തുണി ഇഞ്ഞിത്താ. ഭഗവാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, ഞാനങ്ങനെ എടുക്കാറേ ഉള്ളൂ, കൊടുക്കുന്ന പരിപാടി ആർക്കില്ല? എനിക്കില്ല. എല്ലാം ഇങ്ങോട്ട് എടുക്കൽ മാത്രമേ ഉള്ളൂ, കൊടുക്കാറുന്ന പരിപാടി വളരെ കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ നല്ല തല്ല് കിട്ടും നിനക്കെന്ന് പറഞ്ഞു. ഈ ഗോപികമാർക്ക് സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെവി പിടിക്കലും നുള്ളലും പിച്ചലും മാന്തലും ഒക്കെ ശീലമാണ് ഗോപികമാർക്ക്. കാരണം ഈ ഗോപികമാരെല്ലാവരും ഭഗവാനേക്കാൾ പ്രായത്തിൽ താഴ്ന്നവരൊന്നുമല്ല. യശോദയുടെ പ്രായമുള്ളവർ വരെ ഭഗവാന്റെ ഗോപികമാരാണ്. മനസ്സിലായില്ലേ? മുത്തശ്ശിയുടെ പ്രായമുള്ളവർ വരെ ഗോപികമാരാണ്. കുഞ്ഞായിരിക്കുമ്പോൾ ഭഗവാനെ മുലയൂട്ടിയ ഗോപികമാർ വരെ ഉണ്ട് ഈ കൂട്ടത്തിൽ. ഈ പറയുന്ന കണക്ക് പറയുന്ന പ്രകാരം പറഞ്ഞാൽ രാധ വരെ ഭഗവാനേക്കാൾ പ്രായത്തിന് മൂത്താളാണ്. അതുകൊണ്ട് രാധ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവിയിലൊക്കെ പിടിച്ചുകൊണ്ടാണ് കൊണ്ടു നടക്കുന്നത്. കാരണം ഇവരെ പ്രണയത്തിന് മറ്റൊരു തലം പറഞ്ഞു നമ്മൾ, അല്ലേ? മധ്യാഹ്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, പരമപ്രേമമാണെന്നൊക്കെ. അപ്പോൾ ഈ വസ്ത്രം ചോദിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളങ്ങോട്ട് കയറി. ഭഗവാൻ പറഞ്ഞു, ആ കയറി വാ, കയറി വന്നാൽ തരാം. കാര്യം ഭഗവാൻ ഉറപ്പുണ്ടല്ലോ എന്തായാലും ഇവർ കയറി വരത്തില്ല. കാര്യം ഒരു വസ്ത്രവും ഇല്ലാതെ നിൽക്കുന്ന ഇവരെന്തായാലും കയറി വന്നാൽ കരയിൽ വെച്ച് പോലെ തന്നെ പിടിക്കണമെങ്കിൽ കയറണമെങ്കിൽ മരത്തിൻ്റെ മണ്ട വരെ കയറണം. അപ്പോൾ ഈ കരയിൽ കയറാൻ പോലും ഇവർക്ക് പേടിയാണ്. അപ്പോൾ പിന്നെ മരത്തിൻ്റെ മണ്ടയിൽ കൂടെ കയറി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും പിടിവലി ഉണ്ടായി ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ മരത്തിൻ്റെ മണ്ടയിൽ വെച്ച് അപകടത്തിൽപ്പെടും. ഗോപികമാർക്ക് അത് പറ്റാതായി. ഗോപികമാർ പിന്നെ തന്ത്രം മാറ്റി, ഞങ്ങൾ പോയി അച്ഛനോട് പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ലേ? നിൻ്റെ കുസൃതി സാധാരണയൊക്കെ ഞങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല. ആകെ യശോദയോട് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? വെണ്ണ അപകരിച്ചത്. ഇത്തവണ യശോദയോടായിരിക്കത്തില്ല പറഞ്ഞത്. കാരണം യശോദയെ നിൻ്റെ കള്ളത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ട്, ഞങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് നിന്നെ അടിക്കുന്നത്, അത് വെറുതെ ഒരു പ്രഹസനമാണെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ? യശോദയുടെ അടി കൊങ്ങാനും കൊണ്ട് കണ്ണൻ പണി നിർത്തിയിട്ടുണ്ടോ? വെണ്ണയെടുക്കൽ നിർത്തിയിട്ടില്ല. ഓരോ ദിവസം അടി കിട്ടും, അടുത്ത ദിവസം എടുക്കും, അടുത്ത ദിവസം അടിക്കാതെ. അപ്പോൾ തന്നെ ഗോപികമാർക്കൊരു ധാരണയുണ്ട്, യശോദയും കൃഷ്ണനുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അടിക്കുന്നതായി ഭാവം മാത്രമേ ഉള്ളൂ, കമ്പ് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ തട്ടത്തേ ഉള്ളതെന്നുള്ള നിലയിലാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, പോയി അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ട് വന്നിട്ട് തുണി തരാം. എന്താ കാരണം? ഇനി അച്ഛനോട് പറയണമെങ്കിൽ ഇവിടെ നിന്ന് കരയിൽ കയറി ഇത്രയും പേരും കൂടി നടന്ന് അവിടെ ചെല്ലണം, നന്ദഗോപുര വസതി ചെല്ലണം. അതുവരെ പോകുക എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ ഒരു പ്രകടനം നടത്തുന്നതിന് തുല്യമോ? ഈ അവസ്ഥയിൽ പ്രകടനം നടത്താൻ പറ്റുമോ? പരിപൂർണ്ണ നഗ്നരായിട്ട് റോഡിൽ കൂടെ നടന്നു പോകാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നിട്ട് കൃഷ്ണൻ അടുത്ത പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പോയി അച്ഛനോട് പറഞ്ഞു കൊടുത്താൽ ആദ്യമേ അച്ഛൻ ശിക്ഷിക്കുന്നത് എന്നെയല്ല നിങ്ങളെയാണ്. എന്നെ ശിക്ഷിക്കത്തില്ല, എന്നെ അഭിനന്ദിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഗോപികമാർ ചോദിച്ചു, അതെന്താ നിന്നെ അഭിനന്ദിക്കുന്നത്? കാരണം നന്ദഗോപൻ എന്ന് പറഞ്ഞ രാജാവും കൂടാണ്. ആ ഗോകുലത്തിൻ്റെ രാജാവാണ് നന്ദഗോപര്. അപ്പോൾ രാജ്യത്തെ ജനങ്ങൾ നിയമം അനുസരിച്ച് ജീവിക്കണം എന്ന് നോക്കുന്നതാരാ? അന്നത്തെ കാലത്ത് രാജാവാണ്. തെറ്റ് ചെയ്ത ശിക്ഷിക്കേണ്ടത് രാജാവാണ്. ഇവിടെ ധർമ്മശാസ്ത്ര വിധി പ്രകാരം അന്നത്തെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രമാണ്. ഒരു മനുഷ്യൻ എന്തൊക്കെയാണോ ആചരിക്കേണ്ടതെന്നുള്ള ധാർമ്മികമായ കാര്യത്തെയാണ് അന്ന് ഭരണഘടന. അപ്പോൾ അതുകൊണ്ട് തന്നെ ധർമ്മശാസ്ത്ര വിധി അനുസരിച്ച് ജലാശയത്തിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പൂർണ്ണ നഗ്നരായി സ്നാനം ചെയ്യാൻ പാടില്ല. ഇങ്ങനൊരു വിധിയുണ്ട്. രണ്ട് കാര്യമുണ്ട്. അതൊരു സാമൂഹിക വ്യവസ്ഥയിൽ പലതരത്തിലും അപകടം വരുത്തുന്നതാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ജലാശയം എന്ന് പറയുമ്പോൾ ആ ജലാശയങ്ങളിൽ പകൽ സമയത്ത്
ദേവന്മാർ വസിക്കുന്ന സ്ഥലമാണ്. രാത്രി സമയത്ത് പിതൃക്കളും വസിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ക്ഷേത്രത്തിനോട് ചേർന്ന് ജലാശയങ്ങളൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ക്ഷേത്രക്കുളം എന്നൊക്കെ പറയില്ലേ, ആറാട്ട് ഒക്കെ പറയുന്ന നടത്തുന്നൊക്കെ സമ്പ്രദായം. അതുകൊണ്ടാണ് പിതൃക്കൾ ജലാശയത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ശ്രാദ്ധം മൂട്ടുമ്പോൾ ബലിയിടുന്ന എവിടെയാണ്? ജലാശയമുള്ള സ്ഥലത്തല്ലേ? രാത്രി കാലങ്ങളിൽ ജലാശയത്തിലാണ് ബലിതർപ്പണാദികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ദേവന്മാരും പിതൃക്കളും വസിക്കുമ്പോൾ അവിടെ പരിപൂർണനഗ്നരായി ഇറങ്ങുന്ന വെച്ചാൽ ഒരർത്ഥത്തിൽ അവരെ അവഹേളിക്കുന്നതിന് തുല്യം. അതുകൊണ്ട് അത് പാടില്ല. അതുകൊണ്ട് നിങ്ങളിത് തെറ്റിച്ചു എന്ന് അച്ഛൻ അറിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അപ്പോൾ എന്നോട് ചോദിക്കും, നീ എന്തിനാണ് തുണി എടുത്തത് ചോദിച്ചാൽ, അച്ഛാ ഈ തെറ്റ് ചെയ്തവരെ കയ്യോടെ പിടിക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തത്. ഇല്ലെങ്കിൽ ഇവർ ഇവിടെ വന്ന് പറയും കൃഷ്ണൻ കള്ളം പറയാമെന്ന് ഇവരെല്ലാവരോടും ഒരുമിച്ച് പറയും. ചിലപ്പോൾ അച്ഛനും വിശ്വസിക്കും ഞാൻ കള്ളം പറയുന്നതാണ്. അതുകൊണ്ട് കയ്യോടെ തെളിവിന് തുണിയായിട്ട് ഞാൻ ഇനി വന്നതാണെന്ന് പറയും. അപ്പോൾ എന്നെ മനസ്സിലല്ലേ അനുമോദിക്കത്തേ ഉള്ളൂ, തെറ്റ് ചെയ്തവരെ കണ്ടുപിടിച്ച് കൊടുത്തു എന്നുള്ളത്. ആ തന്ത്രം എത്രത്തോളം പോകുന്നു നോക്കിക്കോണേ. ഇത് കഴിഞ്ഞപ്പോൾ ഗോപികമാരെ നിലപാട് മാറ്റി. ഗോപികമാർ വീണ്ടും പറഞ്ഞ, കൃഷ്ണ ഞങ്ങൾ നിനക്ക് വെണ്ണ തരാം, പാല് തരാം. കൃഷ്ണൻ പറഞ്ഞു, ഇന്ന് വരെ നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ. ഇന്ന് വരെ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. വേണ്ടതൊക്കെ ഞാനങ്ങ് എടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. വേണ്ട സമയത്ത് എന്ത് ചെയ്യും? ഞാനങ്ങ് എടുത്തോളാം. നിങ്ങൾ എവിടെ വേണോലും കൊണ്ടുവച്ചോ, വെക്കുന്ന സ്ഥലത്ത് ഞാനിത് തിരിച്ചങ്ങ് എടുത്തോളാം. അതുകൊണ്ട് അതിൻ്റെയും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഗോപികമാർ അങ്ങനെയുള്ള വസ്തുക്കൾ കൊടുപ്പൊക്കെ നിർത്തിയിട്ട് ഗോപികമാർ പറഞ്ഞു, കൃഷ്ണ ഞങ്ങൾ വസ്ത്രം തന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാമെന്നൊക്കെ പറഞ്ഞു. കുറച്ചുകൂടി കാമനകൾ ഉണർത്തി. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മയൊന്നും എനിക്ക് വേണ്ട. കാരണം നിങ്ങളെ ഉമ്മയെ പേടിച്ചാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത്. കാരണം എന്താ, ഒരാളോ രണ്ടുപേരെ കാണും പിടിച്ച് ഉമ്മ കൊടുത്താൽ ഉമ്മയ്ക്കൊരു സുഖമെങ്കിലും കാണും. ഇത് റോഡിൽ കൂടെ പോകുന്ന സമയത്തെല്ലാം ഗോപികമാർ ഒരുത്തി ഉമ്മ വെച്ചിട്ട് അങ്ങോട്ട് വിടുമ്പോൾ അടുത്തയാൾ പിടിച്ച് പൊക്കിയെടുത്ത് ഉമ്മ വെക്കുന്നത്. സനെ ഉമ്മ കൊടുക്കൽ തന്നെ ഒരു ശ്വാസം മുട്ടാ. പിന്നെ ഞാനൊന്നും മിണ്ടാത്തത് നിങ്ങൾക്കൊരു വിഷമം വരണ്ടെന്ന് വെച്ച് ഞാൻ മിണ്ടാത്തതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതും ബഹിഷ്കരിച്ചു. അപ്പോൾ ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഇതൊന്നും നീ അംഗീകരിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു ഉപായം എന്ന നിലയിൽ നീ എന്താ പറയുന്നത് ഞങ്ങളത് കേൾക്കാം. ഭഗവാൻ ചോദിച്ചു, ഉറപ്പാണോ? ഉറപ്പാണ്. നീ എന്ത് പറഞ്ഞാലും ഞങ്ങളത് കേൾക്കും. കാര്യം ഇപ്പോൾ രക്ഷപ്പെടണമല്ലോ. കാര്യം നാട്ടുകാർ മുഴുവൻ വന്നു കൂടുന്നതിന് മുമ്പ് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടെ വന്ന്? സാധാരണ ഇങ്ങനെ അല്ലാതെ വരാറില്ലല്ലോ. ഓരോരുത്തർ ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കും പോകാറുണ്ട്. ഇത് ഒരുമിച്ച് നിങ്ങളിങ്ങനെ ഒരുമിച്ചൊരു സാമൂഹികമായിട്ട് വന്ന എന്താ? അവർ പറഞ്ഞു, ഭഗവാനെ ഞങ്ങളൊരു വ്രതത്തിലായിരുന്നു, ഒരു കാർത്യായനി പൂജയുടെ വ്രതത്തിലാണ്. ഇവിടെ കാർത്യായനി എന്ന് പറഞ്ഞ ഭഗവാന്റെ സഹോദരിയാണ്, കൃഷ്ണ സഹോദരിയാണ്. അവിടെ യശോദയ്ക്ക് മകളായി പിറന്ന ദേവി കംസൻ നിലത്തടിച്ചപ്പോൾ ആകാശത്തുയർന്ന് നിന്ന് 8 ഭുജത്തോടു കൂടി മാറി എന്ന് പറഞ്ഞില്ലേ, ആ ദേവിയാണ് കാർത്യായനി എന്ന് പറയുന്നത്. ഞങ്ങളൊരു വ്രതത്തിലായിരുന്നു. ആഹാ, ഭഗവാൻ ചോദിച്ചു, വ്രതത്തിലൊക്കെയാണ്? അങ്ങനെയൊക്കെയുള്ള ശീലമൊക്കെ നിങ്ങൾക്കുണ്ടോ? ഞാൻ ഇത്രയും നാൾ വിചാരിച്ച് നിങ്ങൾക്ക് ഈ ബോധമൊന്നുമില്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്നെ നുള്ളാനും പിച്ചാനും മാത്രം നടക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചു. അല്ലല്ല, ഞങ്ങൾക്കൊരു വ്രതമാണ്. ഇവിടെ ഇവർ കാർത്യായനി വ്രതം എടുക്കാനുള്ള കാരണം ഈ ഗോപികമാരുടെ മനസ്സിൻ്റെ ആഗ്രഹം ഒരിക്കലൊരു മഹർഷിയോട് ഇവർ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മഹർഷിയോട് ചോദിച്ചു, ഇത് കിട്ടാൻ നേടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മഹർഷി പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ വ്രതം എടുത്തത്. ഏത് മഹർഷിയാണെന്നറിയുമോ? ചോദ്യങ്ങളൊന്നും പിന്നെ ഞങ്ങൾ സ്വീകരിക്കത്തില്ലല്ലോ. ശാണ്ഡില്യൻ എന്ന് പറയുന്ന മഹർഷിയോട് ചോദിച്ചിരുന്നു. അദ്ദേഹമാണ് ഈ വ്രതം എടുക്കാൻ ഗോപികമാരെ. അതുകൊണ്ടാണ് ഈ ഗോപികമാർ, അതിനു മുമ്പ് ഗോപികമാർക്ക് വ്രതമൊന്നും എടുക്കുന്ന ശീലമൊന്നുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊന്നും, കാരണം അങ്ങനെയുള്ള അറിവൊന്നും അവർക്ക് വലുതായിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഒരു അത്ഭുതം പോലെ ചോദിച്ചത്, വ്രതം എടുത്തോ? പറഞ്ഞു കൊടുത്തപ്പോൾ അത് കേട്ട് ചെയ്തതാണ്. അപ്പോൾ വ്രതം തീർന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടെ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. വ്രതത്തിൻ്റെ ആ നിഷ്ഠയൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്തിനായി ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ വ്രതം എടുത്ത്? ഇത്രയും അത് 1 മാസക്കാലത്തെ വ്രതമാണ്, നീണ്ടു നിന്ന വ്രതമോ? ഇത്രയും വലിയ വ്രതം എന്തിനാണ് നിങ്ങളടുത്ത്? ഇത്രയും കഠിനമായ വ്രതമൊക്കെ എടുക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? വ്രതം എടുക്കുക വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമല്ല. കാരണം വ്രതം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, മനസ്സിനെ നിയന്ത്രിച്ച്, ശരീരത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് വ്രതം. അങ്ങനെ വരുമ്പോഴാണ് ഭഗവാൻ ഇതാവുന്നത്. അപ്പോൾ അതിനൊക്കെ ഇച്ചിരി മനസ്സിന് ബലം ഉണ്ടെങ്കിലേ വ്രതം പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുമോ? എന്തായിരുന്നു നിങ്ങളുടെ മോഹം? അത് ഭഗവാനെ, അതൊരു മോഹമുണ്ട്. അല്ല നിങ്ങളല്ലേ പറഞ്ഞ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോഴാണ് ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ ഞങ്ങളുടെ മോഹം നിനക്കറിയാലോ. എന്നാലും ഭഗവാൻ പറഞ്ഞു, എനിക്ക് അറിയാവുന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അറിയണ്ടേ? എന്താ ചോദിച്ചു, നിന്നെ ഞങ്ങളുടെ പതിയായി കിട്ടണം. മനസ്സിലാവുന്നുണ്ടോ? ഗോപികമാരുടെ മുഴുവൻ ആഗ്രഹം എന്താ? കൃഷ്ണൻ ഞങ്ങൾക്ക് പതിയായി വരണം. ഇതാണ് ഗോപികമാരുടെ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആഗ്രഹമാണ്. അത് എല്ലാവർക്കും ഈ ആഗ്രഹം. ഭഗവാൻ പറഞ്ഞു, അതൊരു കഷ്ടമാണല്ലോ. ആകെ ഞാൻ ഒരുത്തൻ, നിങ്ങൾ ഇത്രയും പേർക്ക് എന്നെ പതിയായി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഞങ്ങൾ നിന്നെ കിട്ടിയ കലഹിക്കത്തൊന്നുമില്ല. നീ എന്നെ കിട്ടാത്തതുകൊണ്ടാണ് ഇതുവരെയുള്ള കലഹം.
ഗോപികമാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ എന്നെ കിട്ടണമെന്ന് എത്ര ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടോ? അത്ര ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യും. വ്രതം ഇപ്പോൾ എടുത്തല്ലോ, അതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് പറഞ്ഞാലും കേൾക്കും. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറിയ എന്ത് പറഞ്ഞാലും കേൾക്കുമെങ്കിൽ കയറിയ. ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ അതൊരു കഷ്ടമല്ലേ, ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തു പറഞ്ഞാലും കേൾക്കുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു ഗോപിക വിചാരിച്ച് എന്ത് വന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പം കയറാം. കൈകൾ കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് കരയിൽ കയറി. ഭഗവാൻ പറഞ്ഞു, അത് പറ്റത്തില്ല, 2 കൈയും തലയുടെ മേളിൽ പിടിച്ചുകൊണ്ട് കയറി വരണം. മനസ്സിലായില്ലേ? ഗോപികമാർ ആകെ കയറിയവളും കൂടെ വെള്ളത്തിലോട്ട് ചാടി വീണ്ടും. കാര്യം 2 കൈയും തലയ്ക്ക് മുകളിൽ പിടിക്കില്ല. കൊച്ചു പിള്ളേർ തെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ തലയ്ക്ക് വെപ്പിക്കാന്ന് പറഞ്ഞു. അതേ കണക്ക് കൈ വെച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് കയറി വരണമെന്നാണ് പറയുന്നത്. കൈകൾ കൊണ്ട് പോലും ശരീരത്തെ നഗ്നത മറയ്ക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പം ഭഗവാനോട് ചോദിച്ചു, അതെന്തൊരു നിഷ്ഠയാണ്? അല്ല, നിങ്ങളല്ലേ പറഞ്ഞ് എന്തു വേണമെങ്കിലും ഉപേക്ഷിക്കാൻ. കാരണം ഭഗവാനെ നേടണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ഉപേക്ഷിക്കേണ്ട ഒരു സാധനമുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഭഗവാനോട് ഉപേക്ഷിക്കൽ പറഞ്ഞത്. അതിലേക്കാണ് ഭഗവാൻ ഗോപികമാരെ കൊണ്ടുവരുന്നത്. ആ ഭഗവാൻ തന്നെ ഗോപികമാരിലേക്ക് നിറയ്ക്കാൻ, പകർന്നു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിലൂടെ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ നേടണമെന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാണ്. വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യയ്ക്ക് ലൗകിക ബോധം വേണ്ട. കാരണം ഭാര്യ ഭർത്താവ് എന്ന തലത്തിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഗോപികമാരെ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്. ഭാര്യയ്ക്ക് ഒരിക്കലും നഗ്നതാബോധം വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു, ഇനി എന്നെ നിങ്ങൾക്ക് നേടണമെങ്കിൽ സർവ്വ ആഭരണങ്ങളും അഴിച്ചു കളയണം. ആഭരണത്തെയാണ് വസ്ത്രം എന്ന് പറയുന്നത്. ആഭരണം എന്ന് വെച്ചാൽ എന്താ? മറയ്ക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് ആഭരണം. ആഭരണമല്ല, ആഭരണം മറയ്ക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കട്ടൻ കെട്ടിയിരിക്കുന്ന ഒരർത്ഥത്തിൽ ആഭരണമല്ലേ? ഈ മണ്ഡപത്തെ മറയ്ക്കുന്നതല്ലേ? ഈ ശരീരത്തെ മറയ്ക്കാനല്ലേ ഈ വസ്ത്രം? ആണോ? വസ്ത്രം ധരിക്കുന്ന ശരീരത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറയ്ക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ ഒരു ആഭരണമാണ്. അപ്പോൾ എല്ലാ ആഭരണങ്ങളും എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചാലേ നിങ്ങൾക്ക് എന്നെ കിട്ടൂ. അതുകൊണ്ട് വസ്ത്രങ്ങൾ അഴിച്ചു വെപ്പിച്ചത്, നിങ്ങളെ വസ്ത്രം അഴിച്ചു വെച്ചത് ഞാൻ എടുത്തുകൊണ്ട് പോയ ബോധപൂർവമാണ്, മനഃപൂർവ്വം എടുത്തതാണ്. എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചാലേ എന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഭാഗവതത്തെ ഉപാസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ഗോപികമാരാണ്. അതുകൊണ്ട് നമ്മളും എല്ലാ വസ്ത്രവും അഴിച്ചു വെച്ചാലേ ഭഗവാനെ കിട്ടൂ എന്ന് പറയുന്നത് കേട്ട് ആരും ചാടി പുറപ്പെടരുത്. മനസ്സിലായില്ലേ? യജ്ഞാചാര്യം പറഞ്ഞു എല്ലാ വസ്ത്രവും അഴിച്ചു വെച്ചാലേ ഭഗവാനെ കിട്ടുമെന്ന് പറഞ്ഞ് നാളെ ആരും അമ്പലത്തിലോട്ട് പരീക്ഷണാർത്ഥം ആരും മാർച്ച് ചെയ്യുകയും ചെയ്യരുത്. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥതലത്തിലേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കണം. എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു വെച്ചാലേ, കാരണം ഗോപികമാരെല്ലാവരും ജീവൻ, ഭഗവാനെ ആഗ്രഹിക്കുന്ന ജീവനാണ് ഗോപികമാർ. ഗോ എന്ന ശബ്ദം ജ്ഞാനമെന്നാണ്. ജ്ഞാനത്തെ പിന്തുടരുന്നവരാണ് ഗോപികമാർ. മനസ്സിലായില്ലേ? ഏത് ജ്ഞാനം? ഈശ്വരൻ എന്ന ജ്ഞാനം. വേറെ ജ്ഞാനമൊന്നും അവർക്ക് പ്രശ്നമില്ല. വേറെ അറിവുണ്ടോ അറിവില്ലയോ എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവർക്ക് ആകെ അറിയേണ്ട അറിവ് ഈശ്വരനാണ്. അവിടെയാണ് ഗോ എന്ന ശബ്ദം, ഭഗവാന് ഗോവിന്ദൻ എന്ന പേര് കിട്ടിയെന്നൊക്കെ പറയുന്നത്. ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തിയെന്ന് പറയുന്ന അറിവിനെ ഉയർത്തിയതാണ്. മനസ്സിലായില്ല? അതാ പർവ്വതത്തെ പൊക്കിയെന്ന അർത്ഥത്തിലല്ല നമ്മൾ പഠിക്കേണ്ടത്. അറിവ് കൊണ്ടേ ഉയർത്തിയപ്പോൾ ഇന്ദ്രൻ എതിർത്തു. ഇന്ദ്രൻ ആരാ? മനസ്സിൻ്റെ പ്രതീകമാണ്. മനസ്സിൻ്റെ നാഥൻ, ഇന്ദ്രിയങ്ങളുടെ നാഥനാണ്. മനസ്സാണ് ഇന്ദ്രൻ. ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഇന്ദ്രൻ എന്ന പേരിൻ്റെ അർഹൻ. അപ്പോൾ ആ മനസ്സിൻ്റെ പ്രക്ഷോഭമാണ് അവിടെ പെരുമഴയായിട്ടൊക്കെ വന്നു എന്ന് പറഞ്ഞത്. അതിനെ തടഞ്ഞു. എന്തുകൊണ്ട്? അറിവിനെ ഉയർത്തി തടഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ അറിവിനെ, ആത്മജ്ഞാനത്തെ ഉയർത്തണം. അതാണ് ഗോവർദ്ധനം എന്ന് പറയുന്ന വാക്കിൻ്റെ തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയും ഭഗവാൻ പറയുന്നത് ആ ഗോപികമാർ ജ്ഞാനത്തെയാണ് നേടുന്നത്. നിങ്ങളതുകൊണ്ട് എല്ലാ ആഭരണങ്ങളും അഴിക്കണം എന്ന് പറഞ്ഞു. ഇനി ഭഗവാൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ ആഭരണം എന്ന് പറഞ്ഞാൽ ബാഹ്യമായി നമ്മൾ ധരിക്കുന്ന മുണ്ടും ഉടുപ്പും അല്ല. യഥാർത്ഥത്തിൽ ഈ ജീവനെ മറയ്ക്കുന്ന 5 ആഭരണങ്ങൾ നമ്മുടെ ശരീരത്തുണ്ട്. മനസ്സിലായില്ലേ? ആ ആഭരണങ്ങളാണ് താനെന്ന ബോധത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആത്മാവിനെ അറിയാൻ പറ്റാതെ പോകുന്ന അജ്ഞാനത്തിൽ പെടുന്നത്. അതിലൊന്നാണ് ശരീരം, മനസ്സ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ. അവ ഏതൊക്കെ വെച്ചാൽ അന്നമയം, പ്രാണമയം, മനോമയം, അത് കഴിഞ്ഞാൽ വിജ്ഞാനമയം, ആനന്ദമയം. ഈ 5 വസ്ത്രങ്ങളുണ്ട് നമുക്ക്. ഈ 5 വസ്ത്രങ്ങളെ നമ്മൾ അഴിച്ചു മാറ്റണം. അതുകൊണ്ടാണ് ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ചുറ്റൊരു പ്രദക്ഷിണ വഴി, അതാണ് അന്നമയ ശരീരം. അത് കഴിഞ്ഞാൽ പിന്നെ ബലിവട്ടങ്ങൾ, അതാണ് പ്രാണമയം. അത് കഴിഞ്ഞാൽ മനോമയം, അതാണ് ചുറ്റമ്പലം. അതിനകത്തൊരു ബലിവട്ടം വിജ്ഞാനമയം. അത് കഴിഞ്ഞാൽ ശ്രീകൗല ആനന്ദമയം. മനസ്സിലായില്ലേ? ഈ 5 തലത്തിലാണ് ക്ഷേത്ര നിർമ്മാണത്തെ കൊണ്ടുപോകുന്നത്. അപ്പം ഈ ദേഹാഭിമാന ബോധത്തെ വർദ്ധിപ്പിക്കുന്ന ആ ഭാവങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കാൻ ഭഗവാന്മാർ പറഞ്ഞപ്പോൾ ഗോപികമാർക്ക് കാര്യം മനസ്സിലായി. അവർക്ക് പിന്നെ ലജ്ജയില്ല, നാണമില്ല. കാരണം ദേഹത്തിനാണല്ലോ നഗ്നതയുള്ളത്, അല്ലേ? ശരീരത്തിനല്ലേ നഗ്നതയുള്ളത്. നഗ്നതയല്ലാതെ വേറെ ഏതെങ്കിലും
ശരീരത്തിനല്ലാതെ മനസ്സിന് ആത്മാവിന് നഗ്നത വല്ലതും ഉണ്ടോ? ആത്മാവ് ഈ ശരീരമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. ഇതിൽ വസിക്കുന്നത് കൊണ്ട് ഇതിൽ നിൽക്കുന്നു. ഇതിൽ നിന്ന് പോയാൽ അത് വിട്ടുപോയി. പിന്നെ തിരിഞ്ഞു പോലും നോക്കാതെ ആത്മാവ് അടുത്ത ശരീരം സ്വീകരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായ ആത്മബോധത്തെ പകർന്നപ്പോൾ ശരീരമെന്ന ഭാവം ആര് മറന്നു? ഗോപികമാർ മറന്നു. ദേഹാഭിമാന ബോധം നഷ്ടപ്പെട്ടു. ഗോപികമാർ അഭിമാനത്തെ കളഞ്ഞു. അതുകൊണ്ടാണ് ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമ്മളെല്ലാവർക്കും ദേഹാഭിമാന ബോധം പോകണം. ഞാനെന്നും എൻ്റേതും എന്നതിനെ ഇല്ലാതാക്കണം. ഈ ഞാനെന്ന ഭാവമാണ് ഈശ്വരനെ നേടാൻ ഏറ്റവും വലിയ തടസ്സം. അപ്പോൾ അത് അപ്രകാരം ഗോപികമാർ കരയിൽ വന്നു. ഭഗവാൻ വസ്ത്രം കൊടുത്തു. ഇവർ സന്തോഷത്തോടുകൂടി വസ്ത്രം ധരിച്ചു. ഗോപികമാരും ഭഗവാനും ഒരുമിച്ച്, ഒരു പിണക്കവും ഇല്ല. വസ്ത്രം എടുത്തുകൊണ്ട് പോയോ എന്ന് പോലും അറിയത്തില്ല. ആ രീതിയിൽ ഇവർ ഒരുമിച്ച് കളിയും ചിരിയും ആട്ടവും പാട്ടവും ആകുകയും ഒരു പരാതി പോലും ഇല്ലാതെ ഒരുമിച്ച് ചേർന്ന് തിരിച്ചുപോയി. എന്താ കാരണം? ഗോപികമാർ അറിവ് കൊണ്ട് ഉയർന്നു കഴിഞ്ഞു. ആ അറിവിലേക്ക് എത്തിച്ച തലം കൂടിയിട്ടാണ് നമ്മുടെ മുന്നിൽ ഈ ഒരു വസ്ത്രാപകരണം കൂടി ചേർന്ന് വരുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക്